ma'am. Welcome Shubha ma'am to our group. Thank you. Hi. So here is our guest of the day, Shubha ma'am. So over to you, my children. ഗുഡ് ഈവനിങ്. മനസ്സ് നന്നാവട്ടെ. ആദ്യം NSS ഗാനം ആലപിക്കാൻ അന്ന മാർട്ടിനെ സ്വാഗതം ചെയ്യുന്നു. അതിനെക്കുറിച്ച് കൂടുതലായിട്ട് നിങ്ങളോട് മാം തന്നെ പറയും. എന്താണ് ആർബിറ്റർ, ആരാണ് ആർബിറ്റർ എന്നൊക്കെയുള്ളത്. കേരളത്തിലെ തന്നെ രണ്ടാമത്തെ വുമൺ ആർബിറ്റർ ആണ് പിന്നെ ശുഭ മാം. മോർ ദാൻ ദാറ്റ് എറണാകുളത്തെ ഫസ്റ്റ് വുമൺ ടു ഹോൾഡ് ദാറ്റ് പൊസിഷൻ. അപ്പാർട്ട് ഫ്രം ഓൾ ദിസ്, ഷീ ഈസ് ദ ടീച്ചർ ഓഫ് മാത്തമാറ്റിക്സ്. പിന്നെ ടീച്ചർ ഇൻ ദ സെൻസ് ഓൺലൈൻ മാത്സ് ട്യൂട്ടറാണ്. വേദിക് മാത്സിൽ സ്പെഷ്യലൈസ് ചെയ്ത ആളാണ്. ആൻഡ് ഷി വാസ് ദ അസിസ്റ്റന്റ് മാനേജർ ഇൻ SPT. ഷി ക്വിറ്റ് ദ ജോബ് ഐ തിങ്ക്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഈ പാഷനേറ്റ് ആയിട്ടുള്ള ജോബിലേക്ക് കടന്നു വന്നത്. വെരി ഇൻസ്പയറിംഗ് വുമൺ. ഐ നോ ഹർ പേഴ്സണലി. നേരത്തെ ഞങ്ങള് ഒരു തവണ പരിചയപ്പെട്ടപ്പോ തന്നെ മാഡത്തിന്റെ ഉള്ളിൽ അങ്ങനെ ഒരു സ്പാർക്ക് ഉണ്ടെന്നും ഷിൽ റീച്ച് ഗ്രേറ്റ് ഹൈറ്റ്സ് എന്നൊക്കെ എനിക്ക് അന്ന് തന്നെ ഒരു തവണയോ രണ്ടു തവണയോ ഞങ്ങൾ നേരിട്ട് കണ്ടിട്ടുള്ളൂ. അന്ന് എനിക്ക് തോന്നിയിരുന്നു. ആൻഡ് ഷി ഹാസ് റീച്ച്ഡ് ഗ്രേറ്റ് ഹൈറ്റ്സ് നൗ ആൻഡ് ഐ എം വെരി ഹാപ്പി ടു വെൽക്കം ഹർ ടു അവർ ഗ്രൂപ്പ്. നമ്മുടെ ഈ NSS കുടുംബത്തിലേക്ക് ഇന്ന് നിങ്ങളെയൊക്കെ ഇൻസ്പയർ ചെയ്യാനായിട്ട് വളരെ ഷീസ് എ മോട്ടിവേഷണൽ സ്പീക്കർ ടു. ഞാൻ റീസെന്റ് ഒരു സ്പീച്ച് കേൾക്കാനിടയായി. ഐ വാസ് ഹൈലി ഇൻസ്പയർഡ് ബൈ ഹർ സ്പീച്ച് ആൻഡ് ദാറ്റ്സ് വൈ I invited her to our group. So on behalf of all of you, I extend a very hearty welcome to Mrs. Shubha Rakesh. Please welcome, come to our group and just simply motivate my girls. Okay. So can I start? Yes. Am I audible? കേൾക്കുന്നുണ്ടോ? കേൾക്കാം. വെരി ക്ലിയർ. ഓക്കെ. അപ്പോൾ ആദ്യം തന്നെ എല്ലാവർക്കും ഒരു മനോഹരമായ ഒരു ഗുഡ് ഈവനിങ് പറയട്ടെ. പിന്നെ ഫസ്റ്റ് ഓഫ് ഓൾ എപ്പോഴും പറയുന്ന പോലെ ലെറ്റ് മീ താങ്ക് ഓൾമൈറ്റി ഫോർ ദിസ് മൊമെൻറ്റ് ടു ബി ഇൻ ഫ്രണ്ട് ഓഫ് യു ആൻഡ് ഹിയറിങ് ഓൾ ദാറ്റ് ഗുഡ് കമൻറ്റ്സ് ഫ്രം ശോഭ മാം. പിന്നെ ശോഭ മാമിനോടും NSS യൂണിറ്റിനോടും ഞങ്ങളുടെ സ്കൂളിനോടും വളരെയധികം നന്ദിയുണ്ട്. ഇങ്ങനെ എന്നെ ഒന്ന് ഇൻവൈറ്റ് ചെയ്ത് എന്നോട് കുറച്ച് നിങ്ങളോട് സംസാരിക്കാൻ ഉള്ള ഒരു ചാൻസ് തന്നതിന്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ തന്നെ ഐ വാസ് വെരി ഹാപ്പി ദാറ്റ് ഞാൻ ഇങ്ങനെ ഏത് ഗ്രൂപ്പിനോടാണ് ഞാൻ സംസാരിക്കണം എന്ന് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് +1 ഗേൾസ് ആണെന്ന്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം അപ്പോൾ എനിക്ക് എൻ്റെ പണ്ടത്തെ ഒരു കാലത്തിലേക്ക് ഒരു തിരിഞ്ഞുനോട്ടം കൂടിയാണ് ഇത്. അപ്പോൾ ഇന്നാൾ സംസാരിച്ച ഞാൻ ഫേസ് ചെയ്ത ഒരു ഗ്രൂപ്പ് ഇറ്റ് വാസ് ഡിഫറെൻറ്റ്. അപ്പോൾ ഇത് കുറച്ചും കൂടി ഒരു യങ്ങായ ഗ്രൂപ്പ്. എനിക്ക് കുറച്ചും കൂടി റിലേറ്റ് ചെയ്യാൻ പറ്റും ഈ കുട്ടികളോട്. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ഈ ഗ്രൂപ്പ് എന്ന് പറയുന്നത് സാധാരണ ഒരു ഗ്രൂപ്പല്ല. എല്ലാവരും കുറേ കുട്ടികളുണ്ടല്ലേ, സ്കൂളിൽ ഇഷ്ടംമാതിരി കുട്ടികളുണ്ട്. പക്ഷേ നിങ്ങൾ അവരിൽ നിന്നൊക്കെ വ്യത്യാസമായിട്ട് ഒരു എയിം അല്ലെങ്കിൽ വേറിട്ട് ചിന്തിക്കുന്ന ഒരു ഗ്രൂപ്പാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളോടൊന്ന് ഇൻട്രാക്ട് ചെയ്യാമെന്ന് ഒരു അവസരം തന്നപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഐ ഫീൽ വെരി താങ്ക്ഫുൾ ഫോർ ദിസ് ചാൻസ്. അപ്പോൾ ഞാൻ മാം പറഞ്ഞ പോലെ അങ്ങനെ ഭയങ്കര ഒരു വലിയ പേഴ്സണാലിറ്റി ഒന്നുമല്ല. ജസ്റ്റ് സ്റ്റാർട്ടഡ് ഡൂയിങ് സംതിങ്. എനിക്കിഷ്ടമുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ട്. അല്ലാതെ ഇങ്ങനെ അങ്ങനെ വലിയ പേഴ്സണാലിറ്റി ഒന്നും അല്ല, ആദ്യം തന്നെ പറയാം. നിങ്ങളെയൊക്കെ പോലെ ഒരു സാധാരണ ഒരു നോർമൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ഒരു ലേഡിയാണ്. അപ്പോൾ എന്നെപ്പറ്റി തന്നെ പറയുകയാണെങ്കിൽ മാം പറഞ്ഞ പോലെ ഞാൻ എഡ്യൂക്കേഷണലി ബാക്ക്ഗ്രൗണ്ട് പറയുകയാണെങ്കിൽ ഞാൻ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻ മാത്തമാറ്റിക്സ് ഫ്രം ഗവൺമെൻറ് വിക്ടോറിയ കോളേജ് പാലക്കാട്. അത് കഴിഞ്ഞ് ബാങ്കിൽ കയറി. ഐ വാസ് അസിസ്റ്റൻറ്റ് മാനേജർ ഇൻ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ. റിസൈൻ ചെയ്തു. പിന്നെ ഐ ഡിഡ് മൈ JIB ഫ്രം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്കിങ് ആൻഡ് ഫിനാൻസ്. I have a diploma in business management from ICFA University. പിന്നെ ടാറ്റ AIയിൽ ഒരു വർക്ക് ചെയ്യുന്നു. പിന്നെ ഏറ്റവും പാഷനേറ്റായിട്ട് ഐ ആം ഇൻ വേദിക് മാത്സ്, കോമ്പീറ്റൻറ്റ് പ്രൊഫഷണൽ ട്യൂട്ടർ ഇൻ വേദിക് മാത്സ്. പിന്നെ കൂടുതൽ പാഷനേറ്റായിട്ട് ഇപ്പോൾ ഉള്ളത് ചെസ് ഫീൽഡിലാണ്. ഐ ആം ആൻ ആർബിറ്റർ
ഇൻ ചെസ്. എനിക്കറിയില്ല എത്ര പേർക്ക് ആർബിറ്റർ എന്താണെന്ന്. പലരും ആദ്യമായിട്ടായിരിക്കും കേൾക്കുന്നത് ഈ ആർബിറ്റർ എന്താണെന്ന്. ആർബിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്രിക്കറ്റിലൊക്കെ അമ്പയറിങ് കണ്ടിട്ടില്ലേ, അതുപോലെ തന്നെ ഫുട്ബോളിൽ റെഫറി, അങ്ങനെ ഗെയിമിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ലോസ് എല്ലാം അറിയുന്ന, ഗെയിം കൺട്രോൾ ചെയ്യുന്ന, അതിൻ്റെ എല്ലാ നിയമങ്ങളും നിയമവശങ്ങളും എല്ലാം നോക്കി ഗെയിം ഫുൾ കൺട്രോൾ ചെയ്യുന്ന ആളെയാണ് ആർബിറ്റർ എന്ന് ചെസ്സിൽ പറയുക. അങ്ങനെ ഒരു റോളാണ് എൻ്റേത്. അത് അറിയാതെ ഒരു പ്ലാനിങ്ങിൽ വന്ന ഒന്നല്ല. ഇപ്പോൾ ചെസ്സിൽ ഞാൻ ഒരു വിമൺ ആർബിറ്ററായിട്ട്, എറണാകുളത്തിൽ ആദ്യത്തെ വിമൺ ആർബിറ്ററാണ്, കേരളത്തിലെ രണ്ടാമത്തെ ആളും. ഇപ്പോൾ ആകെ കേരളത്തിൽ ഞാൻ മാത്രമേ ഉള്ളൂ. പിന്നെ റീസെൻ്റ്ലി ഐ ആം മെമ്പർ ഓഫ് ആർബിറ്റർ കമ്മീഷൻ ഓഫ് ഓൾ ഇന്ത്യ ചെസ് ഫെഡറേഷൻ. അങ്ങനെ ഒരു പുതിയ റെസ്പോൺസിബിലിറ്റി കൂടി ഈ കഴിഞ്ഞ മാസം കിട്ടിയിട്ടുണ്ട്. വളരെ സന്തോഷമുണ്ട്. അങ്ങനത്തെ നമ്മൾ ഓരോന്നും അച്ചീവ് ചെയ്യുമ്പോൾ, നമ്മുടെ ആ പാഷൻ നമ്മൾ ഭയങ്കരമായിട്ട് സിൻസിയറായിട്ട് ഫോളോ ചെയ്യുമ്പോൾ നമുക്ക് ഓരോ കിട്ടുന്ന അംഗീകാരങ്ങളാണത്. അത് ഒന്നിൻ്റെ പുറകെ പോയിട്ടോ അല്ലെങ്കിൽ അതൊക്കെ എനിക്ക് അറിഞ്ഞുകൂടാ, ഇങ്ങനെയൊക്കെ ഉണ്ട്, ഇങ്ങനത്തെയൊക്കെ പോസ്റ്റ് ഉണ്ടോയെന്നോ ഇങ്ങനത്തെ കാര്യങ്ങളുണ്ടോയെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഇതൊക്കെ വരുമ്പോഴാണ് നമ്മൾ അറിയുന്നത് നമ്മുടെ ഓരോ സിൻസിയറിറ്റിയും വർക്കും അത് പല സ്ഥലത്ത് അതൊരു മാർക്ക് ഉണ്ടാക്കുന്നുണ്ട്. അതിൻ്റേതായ നമ്മുടെ പൊസിഷൻസ് നമുക്ക് നമ്മളെ തന്നെ തേടിയെത്തും. അതിന് പുറകെ പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ അതാണ് ചെസ്സിൽ എൻ്റെ ഒരു റോള്. പിന്നെ വേദിക് മാത്സ് ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ മാത്സ് കുട്ടികളെ ഇഷ്ടപ്പെടുത്തുന്ന രീതിയിൽ ഉള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ ഒരു റേഡിയോ പോലെ എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല. എന്നെപ്പറ്റി തന്നെ കുറേ ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, ഞാൻ അങ്ങനെ ചെയ്തു, ഞാൻ ഇത് ചെയ്തു, എൻ്റെ അങ്ങനെയല്ല. നിങ്ങൾ കുറച്ച് പോയിൻറ്റ്സൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നോട്ട് ചെയ്യുക. ഇപ്പോൾ ഇടയ്ക്കൊരു ബ്രേക്ക് കിട്ടുമ്പോൾ നിങ്ങൾക്ക് ചോദിക്കാം, എന്ത് വേണമെങ്കിലും ചോദിക്കാം. ഐ ആം ഓപ്പൺ ടു ഇറ്റ്. എനിക്ക് ഇപ്പോൾ എല്ലാത്തിനും ഉത്തരം പറയാൻ പറ്റുമോ, അല്ലെങ്കിൽ എല്ലാത്തിനും എനിക്ക് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ എനിക്ക് അറിഞ്ഞൂടാ. ബട്ട് ഐ ഫീൽ ആൻഡ് ഐ എം കോൺഫിഡൻറ്റ് ദാറ്റ് ഐ ക്യാൻ ഗിവ് എ ലോട്ട് ഓഫ് ഗുഡ് പോയിൻറ്റ്സ് ടു യു. എന്തെങ്കിലും ഒരു എന്താ പറയുക മോട്ടിവേറ്റിംഗ് ആയിട്ടും എല്ലാം ലൈഫിൽ മുന്നോട്ട് പോകാനുള്ള നല്ല പോയിൻറ്റ്സ് എനിക്ക് പറയാൻ പറ്റും. നിങ്ങൾ എന്തെങ്കിലും റേസ് ചെയ്താൽ, ഇഷ്യൂസ് റേസ് ചെയ്താൽ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ യു ആർ ഫ്രീ ടു റേസ് എനിത്തിങ്. എന്നെക്കൊണ്ട് കഴിയുന്ന കാര്യങ്ങൾ എനിക്ക് പറഞ്ഞുതരാൻ പറ്റും. അപ്പോൾ ആദ്യം ഞാൻ പറയുകയാണെങ്കിൽ, ഞാൻ ഒരുപാട് ഇലാബറേറ്റ് ആയിട്ടൊന്നും പോകുന്നില്ല. ഞാൻ പറയാൻ പോകുന്നത് ഈ ഒരു നിങ്ങളുടെ ഒരു ഈ ഏജിലും വന്ന് ഞാൻ ഫേസ് ചെയ്ത കാര്യങ്ങൾ, പിന്നെ ഞാൻ എങ്ങനെ, പിന്നെ കുറച്ച് പോയിൻറ്റ്സ് നമ്മൾ ലൈഫിൽ പ്രാക്ടിക്കലായിട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മളെങ്ങനെ ഹെൽപ്പ് ചെയ്യും എന്നുള്ള ചില കാര്യങ്ങൾ ഞാൻ പറയാം. അപ്പോൾ ആദ്യം നമ്മുടെ ഈ ടോപ്പിക് എന്താണ്? ചൂസ് ടു ചലഞ്ച് അല്ലേ? വാട്ട് യു മീൻ ബൈ ചലഞ്ച്? ചലഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? നമ്മുടെ മുമ്പിൽ ഉള്ള കുറേ എന്താണ് പറയുക, ചലഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ബുദ്ധിമുട്ടില്ലെങ്കിൽ നമ്മുടെ മൈൻഡ് ബ്ലോക്സ്. ചലഞ്ചസ് എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും നമ്മൾ ഫേസ് ചെയ്യുന്ന ഔട്ട്സൈഡ് ചലഞ്ചസ് മാത്രമല്ല. എപ്പോഴും ഞാൻ പറയാറുണ്ട്, ഫസ്റ്റ് ചലഞ്ച് എന്താണ്? അത് നമ്മുടെ അകത്തുള്ളത് അല്ലേ? നമ്മൾ ആദ്യം നമ്മളെ തന്നെയാണ് കാണുന്നത് അല്ലേ? എന്നിട്ടല്ലേ പുറമേക്കുള്ള കാര്യങ്ങൾ നമ്മൾ ഫേസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനത്തെ ഈ ഒരു പ്രായത്തിൽ നമ്മൾക്ക് കുറേ പ്രോബ്ലംസ് ഉണ്ടാവും. ആ പ്രോബ്ലംസിലേക്ക് നമുക്ക് ചലഞ്ചസ് ആയിട്ട് എടുക്കണം. അല്ലാതെ ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡിലല്ലാതെ ചലഞ്ച് എന്ന് പറയുമ്പോൾ തന്നെ അതിനൊരു പോസിറ്റീവ് സ്പിരിറ്റ് ഉണ്ട് അല്ലേ? നമ്മളല്ലാതെ പ്രോബ്ലമാണ്, എനിക്കൊരു ഭയങ്കര പ്രശ്നങ്ങളാണെന്ന് പറയുന്നതിനെക്കാട്ടിലും ഒരു ചലഞ്ച് എന്ന് പറയുമ്പോൾ നമുക്കതിനെ ഒരു ഫേസ് ചെയ്യാനുള്ളൊരു ത്രില്ല് വരും, ഒരു ധൈര്യം വരും. അപ്പോൾ ആദ്യത്തെ ചലഞ്ചസ് എന്തൊക്കെയാണ് ഈ ഒരു ഏജിൽ? ഞാൻ കണ്ടിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ആദ്യം പറയാം. ഇപ്പോൾ എന്നെപ്പറ്റി പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ ചൈൽഡ്ഹുഡ് വെച്ച് പറയുകയാണെങ്കിൽ, ഒരു കളർഫുള്ളായിട്ടുള്ള ചൈൽഡ്ഹുഡൊന്നും ആയിരുന്നില്ല. ബട്ട് വി ആർ ടു കോൺസെൻട്രേറ്റിംഗ് ഓൺ എഡ്യൂക്കേഷണൽ സൈഡ്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഈ ഒരു വിദ്യാഭ്യാസം കൊണ്ട് മാത്രമേ ലൈഫിൽ മുന്നോട്ട് വരാൻ പറ്റുള്ളൂ. അല്ലാതെ വേറെ ഓപ്പർച്യൂണിറ്റീസ് ഒന്നും നമുക്കില്ല. ബാക്കിയെല്ലാം ലിമിറ്റഡ് ആയിരുന്നു. ബിക്കോസ് ഐ ലോസ് മൈ ഫാദർ വെൻ യങ്. അപ്പോൾ അമ്മ മാത്രം നമുക്ക് സപ്പോർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം ആ ഒരു ലിമിറ്റേഷൻസ്, നമ്മുടെ ലൈഫിലുള്ള ലിമിറ്റേഷൻസ് എന്തൊക്കെയാണെന്ന് അറിഞ്ഞിട്ട് മുന്നോട്ട് പോയ ഒരാളാണ്. അപ്പോൾ ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ വരെ ആ ലിമിറ്റേഷൻസ് എപ്പോഴും ഉണ്ടായിരുന്നു. ബട്ട് അതൊരു ലിമിറ്റേഷൻ ആയിട്ടോ അല്ലെങ്കിൽ ഒരു നെഗറ്റീവായിട്ടോ ഒരിക്കലും എടുത്തിട്ടില്ല. അതെപ്പോഴും ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ പോലെ ഓരോ പ്രോബ്ലംസ് വരുമ്പോഴും അല്ലെങ്കിൽ ഓരോ ലിമിറ്റേഷൻസ് വരുമ്പോഴും അതിൽ ഹാൻഡിൽ ചെയ്തത് ഒരു പോസിറ്റീവ് സ്പിരിറ്റോടെയാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ എന്താ പറയുക,
ഇപ്പം പഠിക്കാൻ അത്ര നല്ല എഡ്യൂക്കേഷണൽ സെറ്റപ്പും പറഞ്ഞാൽ അങ്ങനെ പഠിക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു ടിൽ 8th വരെയൊക്കെ വളരെ ഇങ്ങനെ ഒരു ലോ ആയി, ഒരു C ഗ്രേഡ് പണ്ട് അങ്ങനെയായിരുന്നല്ലോ, O ഗ്രേഡ്, A ഗ്രേഡ്, B ഗ്രേഡ് അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ ഒരു C ഒക്കെ ലെവലിലൊക്കെ അങ്ങനെ CD ഒക്കെ ആയിട്ട് പോയിരുന്നു, വളരെ ലോ ആയിരുന്നു. അപ്പോൾ പഠിക്കാൻ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അമ്മ എപ്പോഴും പറയും, ഇപ്പോഴും ഇപ്പോൾ നമ്മുടെയൊക്കെ അമ്മമാർ പറയുന്ന പോലെ പഠിക്കണം, എപ്പോഴും പഠിക്കണം, പഠിച്ചാലേ കാര്യമുള്ളൂ, പഠിച്ചാലേ രക്ഷയുള്ളൂ എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു പ്രായത്തിൽ നമുക്കതൊന്നും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പഠിക്കില്ല. പക്ഷേ കുറച്ച് കഴിഞ്ഞ് നമുക്കൊരു നല്ലൊരു ഫ്രണ്ട്ഷിപ്പൊക്കെ കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ആ ഫ്രണ്ട്ഷിപ്പിൻ്റെ കാര്യം പറയുമ്പോൾ എനിക്ക് എല്ലാവരുടെയും ആ കുട്ടിയുടെ പേര് പറയാൻ ഭയങ്കര ഇഷ്ടമാണ്. നന്ദിനി, രഞ്ജിനി എന്ന് പറയുന്ന എൻ്റെ ഫാമിലി. അതെവിടെയും ഞാൻ ഡെലിബറേറ്റായിട്ട് അവരുടെ പേര് കോട്ട് ചെയ്യും. കാരണം വിത്തൗട്ട് ദെം എൻ്റെ ലൈഫ് വിൽ ബി ഇൻകംപ്ലീറ്റ്. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ എന്താ, വെറും ജസ്റ്റ് ജോളി അടിക്കാനോ അല്ല കുറച്ച് ഇങ്ങനെ കമ്പനി അടിച്ച് അല്ലെങ്കിൽ വെറുതെ കുറേ ഗോസിപ്പോ അങ്ങനെയൊന്നും പറഞ്ഞിട്ട് അത് മാത്രമല്ല ഫ്രണ്ട്ഷിപ്പ്. ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ വളരുമ്പോൾ നമ്മുടെ കൂടെ നമ്മുടെ ഫ്രണ്ട്സിനെയും കൊണ്ടുപോകണം. ഇറ്റ് ഷുഡ് ബി എ കൺസ്ട്രക്റ്റീവ് ഫ്രണ്ട്ഷിപ്പ്, അല്ലേ, ഹെൽത്തി ഫ്രണ്ട്ഷിപ്പ്. ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഗേൾസിന് മാത്രമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ജെൻഡർ അൺബയാസ്ഡ്ലി, അല്ലേ, ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ഇല്ലാത്തൊരു ഫ്രണ്ട്ഷിപ്പിനെ പറ്റി ഞാൻ സംസാരിക്കണം. അപ്പോൾ ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ നമ്മളും വളരണം, നമ്മുടെ കൂടെ നമ്മുടെ ഫ്രണ്ട്സിനെയും കൊണ്ടുപോകണം, ബട്ട് ഇൻ ദ റൈറ്റ് ട്രാക്ക്, അല്ലേ. നമുക്ക് ലൈഫിൽ എങ്ങനെ വേണമെങ്കിലും ചൂസ് ചെയ്യാം. നമുക്ക് നല്ല രീതിയിൽ പോവാം. നമുക്ക് എപ്പോഴും ഈസി ആയിട്ടുള്ളത് എങ്ങനെയാണ്, തെറ്റായ വഴി, അല്ലേ, അല്ലെങ്കിൽ വേണ്ട എന്ന് പറയുന്ന വഴി കൂടെയാണ് നമുക്ക് എപ്പോഴും ഒരു ടെൻഡൻസി പോവാൻ. അപ്പോൾ അതൊക്കെ ഈ ഒരു പ്രായത്തിൽ അങ്ങനെയൊക്കെ തോന്നും. എനിക്കും അങ്ങനെ തോന്നിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ലിമിറ്റേഷൻസ് അമ്മ ഭയങ്കര സ്ട്രിക്റ്റാണ്. അപ്പോൾ നമുക്ക് വേറെ ഇങ്ങനെ പഠിത്തം വിട്ടിട്ടുള്ള കളികളൊന്നും നടക്കില്ല. ഈവൻ ടിൽ MSc ഒരു പുറത്ത് ചായ കുടിക്കാനോ അല്ലെങ്കിൽ ക്യാൻറ്റീന് പോകാം അങ്ങനെയുള്ളൊരു എന്താ പറയുക, അങ്ങനത്തെ ലക്ഷറീസ് ഒന്നും ഒരിക്കലും ലൈഫിൽ ഉണ്ടായിട്ടില്ല. പക്ഷെ അതുകൊണ്ടൊരു സങ്കടമോ അല്ലെങ്കിൽ ഒരു നഷ്ടമോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ദേഷ്യമോ അങ്ങനെയൊന്നുമില്ല. പക്ഷേ ചെറുപ്പത്തിൽ നമുക്ക് എന്താ പറയുക, അപ്പോൾ നിങ്ങൾക്കൊക്കെ എങ്ങനെ അനുഭവം ഉണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞൂടാ, അതിനൊന്നും ഉണ്ടാവാതിരിക്കട്ടെ. നമ്മൾ ഒറ്റയ്ക്കാവുമ്പോഴുള്ള അല്ലെങ്കിൽ നമ്മൾ ഒരു സൊസൈറ്റിയിൽ മൂവ് ചെയ്യുമ്പോൾ നമ്മൾ പഠിക്കില്ല, അല്ലെങ്കിൽ വേണമെങ്കിൽ നമ്മുടെ ലുക്സ് പോരാ, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ പോരാ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ആ ഒരു ഡിസ്ക്രിമിനേഷൻ നമുക്ക് എപ്പോഴെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു ഭയങ്കര ഒരു നെഗറ്റീവ് ഇഫക്റ്റ് നമുക്ക് വരും. ഐ ഹാവ് എക്സ്പീരിയൻസ്ഡ് ഇറ്റ്. ഫസ്റ്റ് ചെറുപ്പത്തിൽ നമ്മൾ ഈ ഒരു ഏജൊക്കെ വരുമ്പോൾ നമ്മൾ മറ്റുള്ളവരെ നോക്കുമ്പോൾ വി ആർ നോട്ട് സോ ഗുഡ് ലുക്കിംഗ് എന്നൊക്കെ പറയുമ്പോൾ കോംപ്ലക്സ് വരും, ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്. അപ്പോൾ ലാസ്റ്റ് സ്പീച്ചിൽ ഞാൻ പറഞ്ഞു, അങ്ങനെ ഒരു കോംപ്ലക്സ് വരുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട് ആൾക്കാരെ ഫേസ് ചെയ്യാനും അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിൽ പോകാനും ഒരു സോഷ്യലി മുന്നോട്ട് വരാനും എപ്പോഴും ബുദ്ധിമുട്ട്. നമ്മളെപ്പോഴും പുറകിൽ വെക്കും. ബാക്കി എന്ത് സ്കൂൾസിലൊക്കെ എന്തൊക്കെ പ്രോഗ്രാം വന്നാലോ അല്ലെങ്കിൽ എന്തെങ്കിലും സിറ്റുവേഷനിൽ മുന്നോട്ട് വരാൻ പറഞ്ഞാലോ നമ്മളൊന്നും പോയില്ല. നമ്മൾക്ക് ഇതൊന്നും നമുക്കുള്ളതല്ല. ദർ ആർ സർട്ടൻ കാറ്റഗറീസ് ഓഫ് കിഡ്സ് ഹു ആർ അവരങ്ങനെ പോകാൻ മാത്രം കുറച്ച് കുട്ടികളുണ്ട്, അവർക്കുള്ളത്. അത് നമുക്ക് ബാധകമേ അല്ല എന്ന് പറഞ്ഞാൽ എല്ലാത്തിലും ഒരു ഫംഗ്ഷൻസിലും ഒരു പ്രോഗ്രാമിലും ഒന്നിനും പങ്കെടുക്കാറുണ്ടായിരുന്നില്ല. പിന്നെ മടിയായിരുന്നു എല്ലാവരും ഫേസ് ചെയ്യാൻ, സ്റ്റേജ് ഫിയർ, അങ്ങനെ ഒരുപാട് ഇതൊക്കെ ചലഞ്ചസാണ്. അപ്പോൾ ഇതൊന്നും ചലഞ്ചസാണെന്നൊന്നും അറിഞ്ഞൂടാ. അപ്പോൾ ഇതൊന്നും ആക്സെപ്റ്റും ചെയ്യല. ഐ വാസ് അവോയ്ഡിങ് ഓൾ ദീസ് തിങ്സ്. അപ്പോൾ ഡിഗ്രിയിൽ എങ്ങനെ ഒരു മൈമിന് എന്തോ സ്റ്റേജിൽ കയറിയൊരു ഓർമ്മയുള്ളൂ. പിന്നെ അല്ലാതെ ഒറ്റയ്ക്ക് ഒരു ഫേസ് ചെയ്യാനോ അങ്ങനെയുള്ള ധൈര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ എപ്പോഴും ഒരു നെഗറ്റീവായിട്ടോ അല്ലെങ്കിൽ നമ്മളെ തളർത്തിയിട്ടുള്ളൊരു സിറ്റുവേഷനിലേക്ക് കൊണ്ടുപോകാൻ സമ്മതിച്ചിട്ടില്ല. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് നമ്മളെ ഭയങ്കരമായിട്ട് വളരെയധികം ഒരു ഡിപ്രഷൻ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് നമ്മളെ ഡീപ്പായിട്ട് നമ്മളെ എഫക്റ്റ് ചെയ്യും. പക്ഷെ അതിന് ഏറ്റവും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു, ഞാൻ ഫോളോ ചെയ്തിട്ടുള്ള കാര്യം ഞാൻ പറയും. നമ്മൾ വിശ്വസിക്കുന്ന ദൈവം നമ്മളെ ഇങ്ങനെയാണ് അല്ലേ ഉണ്ടാക്കിയിരിക്കുന്നത്. വി ആർ മെയ്ഡ് ലൈക്ക് ദിസ് ബിക്കോസ് നമ്മുടെ ദൈവം നമ്മളെ ഇങ്ങനെ കാണാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ കൃഷ്ണൻ, അല്ലെ ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ ദൈവം എന്നെ ഇങ്ങനെ കാണാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഞാൻ അങ്ങനെ ആ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സിൻ്റെ ആ ഒരു ഡാർക്ക്നെസ് മനസ്സിൽ നിന്ന് അങ്ങനെ പോയി. അതൊരു ഫസ്റ്റ് ചലഞ്ച്. ദാറ്റ് വാസ് ദ ഫസ്റ്റ് ചലഞ്ച് ഐ ഓവർകം ഇൻ മൈ ലൈഫ്, വിച്ച് ഇസ് എ ചലഞ്ച് ഫ്രം വിത്തിൻ. പിന്നെ ഒരു ചലഞ്ച് എപ്പോഴും കുട്ടികളിൽ എനിക്കങ്ങനെ ഉണ്ടായിട്ടില്ല, പക്ഷേ എല്ലാവർക്കും ഒരു ഫീലിംഗ് ഉണ്ടാവും, ഒരു ജലസി അല്ലെങ്കിൽ ഒരു എന്താ പറയുക, മറ്റുള്ള കുട്ടികൾ കോമ്പറ്റീറ്റീവ്നെസ് എന്ന് പറയുമ്പോൾ അത് കുറച്ചും കൂടി ഒരു പോസിറ്റീവ് തിങ്കിങ്ങിലാണ്, അല്ലേ. ജലസി എന്ന് പറയുമ്പോൾ ജലസിക്ക് ഒരു ലൈഫിനെ കംപ്ലീറ്റ് ആയിട്ട് ഡിസ്ട്രക്റ്റ് ചെയ്യാൻ, സ്വന്തം ലൈഫിനെയും മറ്റുള്ളവരുടെ ലൈഫിനെയും ഡിസ്ട്രക്റ്റ് ചെയ്യാനുള്ള വല്ലാത്തൊരു
ഒരു നെഗറ്റീവ് പവറാണുള്ളത്. അപ്പം ജലസി എന്തുകൊണ്ടാണ് വരുന്നത്? ഒരാൾക്ക് നന്നാവുന്നു, എനിക്ക് കിട്ടുന്നില്ല, അല്ലെങ്കിൽ എനിക്കത് പറ്റുമോ, പക്ഷെ അയാൾ എന്നെക്കാട്ടിലും നന്നായാലോ എന്നൊക്കെയുള്ളൊരു ചിന്ത കൊണ്ടാണ് ഈ ജലസി, അല്ല ആ ഒരു ഫീലിങ്ങിനാണ് ജലസി എന്ന് പറയുക. പക്ഷേ ആ ജലസിനെ നമുക്ക് എങ്ങനെ പോസിറ്റീവായിട്ട് മാറ്റാൻ പറ്റും? ഇപ്പോൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് തോന്നും എനിക്ക് ഇത്ര മാർക്ക് ഉണ്ട്, അയ്യോ ആ കുട്ടിക്ക് അത്ര മാർക്കില്ല, കിട്ടാൻ പാടില്ല, ഇങ്ങനെ ഞാൻ പറയണത് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഭയങ്കര പെർഫെക്റ്റ് ആണെന്നല്ല പറയാം, എൻ്റെയിലും ഇങ്ങനത്തെ ചില ട്രേസസ് ഉണ്ടാവും. പക്ഷേ ഐ വാസ് നെവർ എപ്പോഴും ആരോടും അങ്ങനെ ജലസ് തോന്നാറില്ല. കാരണം നമുക്കുള്ളത് ദൈവം നമ്മുടെ കയ്യിൽ ഉണ്ടാവും, നമുക്ക് എന്താ കിട്ടാനുള്ളത് നമുക്കുണ്ടാവും. അതിലിപ്പോൾ മറ്റുള്ളവർക്ക് കിട്ടണ്ട എന്ന് പറഞ്ഞിട്ട് നമുക്കതിൽ ഒരു അസൂയ തോന്നിയിട്ടൊരു കാര്യമില്ല. അപ്പോൾ അങ്ങനെ പലരും പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ കുട്ടിക്ക് മാർക്കുണ്ട്, കിട്ടണ്ടായിരുന്നില്ല, കുട്ടിക്ക് അത് കിട്ടാൻ പാടില്ല, അല്ലെങ്കിൽ വേറെ എങ്കിലും അങ്ങനെ ആവാൻ പാടില്ല എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ മനസ്സിൽ പറയേണ്ടത്, ആ കുട്ടി അവർക്ക് നന്നായിട്ട് പഠിക്കട്ടെ, അവർ കുറച്ചും കൂടി നന്നായിട്ട് മാർക്ക് കിട്ടട്ടെ, ബട്ട് ലെറ്റ് മീ ട്രൈ എ ലിറ്റിൽ മോർ ടു ബി വിത്ത് ദം ഓർ ജസ്റ്റ് എ സ്റ്റെപ്പ് അബൌട്ട് ദം, അല്ലേ? അല്ലാതെ അവർ നന്നാവണ്ട, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ അവർ പഠിക്കേണ്ട, അല്ലെങ്കിൽ അവർക്ക് മാർക്ക് വരട്ടെ, അങ്ങനത്തെ ഒരു ഡിസ്ട്രക്റ്റീവായിട്ടുള്ള തോട്ട് നമുക്ക് വരാൻ പാടില്ല. വി ഷുഡ് ബി കൺസ്ട്രക്റ്റീവ് ഓർ ഹെൽത്തി ഇൻ അവർ തോട്ട്സ്. അങ്ങനെയാണ് ഓരോ നെഗറ്റീവ് അപ്രോച്ചിനെയും നമ്മൾ ലൈഫിൽ ഒരു പോസിറ്റിവിറ്റി കൊണ്ടുവന്നിട്ട് നമ്മളൊരു കൺസ്ട്രക്റ്റീവ് വേയിൽ നമ്മൾ മുന്നോട്ട് പോയാൽ മാത്രമേ നമുക്ക് ലൈഫിൽ ഒരു ലോങ് ടേം ആയിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഈ കൺസ്ട്രക്റ്റീവ്, അല്ലെങ്കിൽ ഈ കൺസ്ട്രക്റ്റീവ് അല്ലാതെ ഈ നെഗറ്റീവ് തോട്ട്സും ഈ ഡിസ്ട്രക്റ്റീവ് വേയിൽ നമ്മൾ തിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ നമുക്ക് എവിടെ എത്താൻ പറ്റില്ല. നമ്മുടെ ലൈഫ് സ്പോയിൽ ചെയ്യും, കൂടാതെ അടുത്തുള്ളവരുടെ ലൈഫും നമ്മൾ എന്തെങ്കിലും കാരണം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. അപ്പോൾ നമ്മൾ എപ്പോഴും നോക്കേണ്ടത്, നമ്മൾ നന്നായിട്ട് നേരെ ഗ്രോ ചെയ്യുക, അതിൻ്റെ കൂടെ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നവരെ നമ്മളെ ഹെൽപ്പ് ചെയ്യുക, നമ്മുടെ ഫ്രണ്ട്സിനെ നമ്മളെ കൂടെ കൊണ്ടുപോവുക, നേരായ വഴിക്ക് പോവുക. ഈ പ്രായത്തിൽ നമുക്ക് പല ഡിസ്ട്രാക്ഷൻസും ഉണ്ടാവും. ഇറ്റ് ഈസ് നോർമൽ. നമുക്കെപ്പോഴും ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടും ഭയങ്കര നോർമലായിട്ടും നല്ല കുട്ടികളായിട്ടും മാത്രമായിട്ടൊന്നും ബിഹേവ് ചെയ്യാൻ പറ്റില്ല. ഞാൻ അത്ര ഭയങ്കര ഫുൾ പോസിറ്റീവ് ക്വാളിറ്റീസുള്ള കുട്ടിയൊന്നും അല്ല. ചിലപ്പോൾ എൻ്റെ അമ്മയോട് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാം എത്രമാത്രം ഞാൻ റിബല്യസ് ആയിരുന്നു, എത്രമാത്രം എൻ്റെ അമ്മയെ ഉപദ്രവിച്ചിട്ടുണ്ടോ എന്നൊക്കെ ചിലപ്പോൾ അമ്മയ്ക്ക് മാത്രമേ പറയാൻ പറ്റൂ. ഇപ്പം ഒന്നും ചിലപ്പോൾ ഓർമ്മ ഉണ്ടാവില്ല. ബട്ട് ഐ തിങ്ക് ഐ എം നോട്ട് സോ ഒരു പാവമായിട്ടോ അല്ലെങ്കിൽ ഭയങ്കര ഹെൽപ്ഫുള്ളായിട്ടൊന്നും ആയിരുന്നില്ല എന്നെനിക്ക് നന്നായി അറിയാം. പക്ഷേ ആ ഒരു റിബല്യസ് നേച്ചർ വന്നത് ഇപ്പോൾ ആലോചിക്കുമ്പോൾ മനസ്സിലാവുന്ന ആ ഒരു നമുക്ക് ലൈഫിലുള്ള ലിമിറ്റേഷൻസ്, ആ ഒരു ഫ്രസ്ട്രേഷൻസ്, നമുക്ക് മുന്നോട്ട് വരാൻ ഇപ്പോൾ ഈ ട്യൂഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മളൊക്കെ എല്ലാം തന്നെ പഠിച്ച് മുന്നോട്ട് വന്ന ആൾക്കാരാണ്. അപ്പോൾ ഒരു ലൈഫിലൊരു 9th സ്റ്റാൻഡേർഡൊക്കെ ആയപ്പോഴാണ് പഠിത്തത്തിന് ഇമ്പോർട്ടൻസ് മനസ്സിലാവാൻ തുടങ്ങി. എപ്പോൾ നമുക്ക് പഠിക്കാൻ പറ്റും എന്നുള്ളൊരു റിയലൈസേഷൻ വന്നത്. അതിനുശേഷം പിന്നെ ഒരിക്കലും തിരിഞ്ഞ് നോക്കേണ്ടിയേ വന്നിട്ടില്ല. പിന്നെ നമ്മൾ ഓരോ അച്ചീവ്മെൻറ്റ് നമ്മൾ വൺസ് വി ടേസ്റ്റ് എന്താ പറയുക, നമ്മൾ പറയില്ല, നമ്മുടെ വിജയത്തിൻ്റെ ആ ഒരു ടേസ്റ്റ് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒരിക്കലും പുറകോട്ട് പോവില്ല. അപ്പം നമ്മൾ എപ്പോഴും ഒരു എഫേർട്ട് ഇടേണ്ടത്, നമ്മൾ എന്തെങ്കിലും ഒരു ചെറിയൊരു അച്ചീവ്മെൻറ്റ് നമ്മൾ ലൈഫിൽ എത്തിക്കഴിഞ്ഞാൽ, നമുക്ക് നേടിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഒരിക്കലും നമുക്ക് തിരിച്ച് വേറൊരു രീതിയിൽ നമുക്ക് പോകാൻ പറ്റില്ല. അത് നിങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങളിലൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കൂ. നമുക്ക് ലൈഫിൽ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമുക്ക് പെട്ടെന്നൊരു കാര്യം വലിയൊരു കാര്യത്തിലേക്ക് പോകാൻ പറ്റില്ല. കാരണം ലൈഫ് നമ്മൾ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഒരു ലേണിംഗ് ആണ്. നമ്മൾ പറയില്ല, എവറി ബിഗ് ജേർണി അല്ലെങ്കിൽ എവറി ഡ്രീം ജേർണി ബിഗിൻസ് വിത്ത് ദ സ്മോൾ സിംഗിൾ സ്റ്റെപ്പ്, അല്ലേ? അപ്പോൾ ആദ്യം ഒരു സ്റ്റെപ്പ് വെച്ചിട്ട് നമ്മൾ പതുക്കെ ഓരോ കാര്യങ്ങളും പഠിച്ച് നമ്മൾ അഡാപ്റ്റ് ചെയ്ത് ലൈഫിൽ മുന്നോട്ട് പോകണം. അപ്പോൾ എൻ്റെ കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പഠിക്കുമ്പോൾ ആദ്യമൊക്കെ ഞാൻ പറഞ്ഞു C ഗ്രേഡൊക്കെ ആയിരുന്നു. പിന്നെ നമ്മൾ പഠിക്കാൻ തുടങ്ങി, നല്ല ഫ്രണ്ട്ഷിപ്പ് കിട്ടി, പഠിക്കാൻ തുടങ്ങി. പിന്നെ അമ്മ ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലൈഫിലൊരു നമുക്ക് ഈ ഒരു അപ്ലിഫ്റ്റ്മെൻറ്റ് ലൈഫിൽ വരികയാണെങ്കിൽ നമ്മളായിട്ട് തന്നെ വിചാരിക്കണം. ആരെങ്കിലും പുറത്തുനിന്ന് ഒരാളെങ്കിലും വന്നിട്ട് നമ്മളെ അപ്ലിഫ്റ്റ് ചെയ്ത് നമ്മൾ എവിടെയെങ്കിലും കൊണ്ടുവയ്ക്കുക, അല്ലെങ്കിൽ നമ്മളെ കൊണ്ടുപോയിട്ട് ഭയങ്കര നല്ലൊരു ലൈഫിലേക്ക് വയ്ക്കുക, അതൊന്നും നമുക്ക് സിനിമയിലോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാണാമെന്നല്ലാതെ പ്രാക്ടിക്കലി ആ ലൈഫിൽ അങ്ങനെ ആരും വരില്ല. എല്ലാവർക്കും ഇപ്പോൾ ഫിനാൻഷ്യൽ ആണെങ്കിലും അല്ലെങ്കിൽ പഠിക്കില്ല അങ്ങനെയൊക്കെ ആകുമ്പോൾ എല്ലാവർക്കും ഒരു ബാധ്യതയായിട്ടാണ് ഫീൽ ചെയ്യുള്ളൂ. അപ്പോൾ നമ്മൾ എപ്പോഴും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നമ്മുടെ കാര്യം നോക്കി നിൽക്കുമ്പോൾ മാത്രമേ നമുക്ക് മറ്റുള്ളവരുടെ സപ്പോർട്ട് കിട്ടുള്ളൂ. നമ്മൾ വേറെ ആരെങ്കിലും എല്ലാത്തിനും സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങളെ തന്നെ നിങ്ങളുടെ ആരെങ്കിലും ഒരാൾ എന്നും എല്ലാത്തിനും സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ, വിൽ യു ഫീൽ കംഫർട്ടബിൾ? നോ, യു വിൽ നോട്ട് ഫീൽ കംഫർട്ടബിൾ. അല്ല, നമുക്കങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ തോന്നില്ല, നമുക്കിപ്പോൾ ഇറിറ്റേഷൻ വരും. പക്ഷേ ഇപ്പോൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് സ്വന്തം കാര്യം നോക്കുന്ന ഒരാൾക്ക് നമുക്ക് എന്തെങ്കിലും ഒരു ഹെൽപ്പ് എന്തെങ്കിലും ചോദിക്കാൻ നമുക്ക് അങ്ങോട്ട് ചെയ്യാൻ തോന്നും. അതുപോലെയാണ് നമ്മളെല്ലാവരും നമ്മുടെ കാര്യം നോക്കുന്നത്. നമ്മളെപ്പോഴും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നമുക്ക് മാക്സിമം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ എപ്പോഴും ചെയ്യണം. മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യുക അല്ലെങ്കിൽ എല്ലാത്തിനും മറ്റുള്ളവരോട്
ആവശ്യം വരില്ല എന്നല്ല പറയുന്നത്. പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എപ്പോഴും നമ്മൾ മാക്സിമം നമ്മൾ ചെയ്യണം. ഞാൻ എൻ്റെ മോളോട് എപ്പോഴും പറയാം, എല്ലാത്തിനും മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യാൻ പാടില്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്ന നമ്മൾ കാര്യം, നമുക്കൊരു സെൽഫ് റെസ്പെക്റ്റ് ഉണ്ട്, നമുക്കൊരു സെൽഫ് ഡിഗ്നിറ്റി വേണം. നമ്മളെ തന്നെ റെസ്പെക്റ്റ് ചെയ്താൽ മാത്രമേ മറ്റുള്ളവർ നമ്മളെ റെസ്പെക്റ്റ് ചെയ്യൂ. അല്ലാതെ എപ്പോഴും മറ്റുള്ളവരുടെ പുറകെ അല്ലെങ്കിൽ എല്ലാവരുടെയും പുറകെ അല്ലെങ്കിൽ അവരെ പോലെ ആവാനോ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മുടെ ഐഡൻറ്റിറ്റി ഇല്ല. എവറി വൺ ഈസ് യൂണീക്ക്. നമുക്ക് നമ്മുടേതായ ഐഡൻറ്റിറ്റി ഉണ്ട്, നമുക്ക് നമ്മുടേതായ സെൽഫ് റെസ്പെക്റ്റ് വേണം. നമ്മൾ എന്താണ്, നമ്മൾ ആരാണ് എന്നുള്ളത് നമുക്ക് നമ്മുടെ ഉള്ളിൽ നോക്കി നമ്മൾ മനസ്സിലാക്കണം. എല്ലാവർക്കും ഉണ്ടാവും പ്ലസ്സും മൈനസും, ചിലർക്ക് കുറച്ച് കൂടിയും കുറഞ്ഞൊക്കെ ഉണ്ടാവും. പക്ഷേ നമ്മുടെ പ്ലസ് എന്താണെന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, അതിന് കുറച്ചും കൂടി പോളിഷ് ചെയ്യണം. ഇപ്പോൾ എൻ്റെ ഒരു അനുഭവം, എൻ്റെ ഒരു പ്ലസ് എന്ന് പറഞ്ഞാൽ പഠിക്കാൻ ആ ഒരു ഹാർഡ് വർക്കിനുള്ളൊരു മൈൻഡ് ഡെവലപ്പായി. അപ്പോൾ എന്ത് ചെയ്തു, നമുക്ക് ഒരു മുന്നോട്ട് പോകണമെന്ന് തോന്നിയപ്പോൾ നമ്മൾ ആ ഒരു പ്ലസ്സിനെ നന്നായിട്ട് നമ്മൾ എന്താ പറയുക പോളിഷ് ചെയ്ത് ഓരോ സ്റ്റെപ്പിലും ഓരോ എഡ്യൂക്കേഷൻ വൈസിൽ ഓരോ ഇപ്പോൾ പ്രീ ഡിഗ്രി ആണെങ്കിലും എല്ലാത്തിലും ഒരു നല്ല ഒരു പൊസിഷൻ അല്ലെങ്കിൽ എൻ്റേതായ ഒരു മാർക്ക് ഓരോ ഫീൽഡിലും ഉണ്ടാക്കാൻ പറ്റി. കാരണം എന്താ, അങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്കും ലൈഫിൽ ഒരു മുന്നോട്ട് പോകാനുള്ള പ്രചോദനം, അല്ലെങ്കിൽ നമ്മളും എല്ലാവരുടെയും ഒന്ന് ശ്രദ്ധിക്കപ്പെടും. അതൊക്കെയാണല്ലോ പണ്ട് ചെറുപ്പത്തിൽ നമുക്ക് തോന്നുന്നത് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ നന്നായി പഠിക്കുമെന്ന് പറയണം, ഒരു നല്ല അപ്രീസിയേഷൻ, ഇതെല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളല്ലേ. അതൊന്നും ഇല്ലയെന്നൊന്നും പറയാൻ പറ്റില്ല. എല്ലാവർക്കും ആ ഒരു അപ്രീസിയേഷൻ, ചെറിയ ലെവലിലെങ്കിലും അപ്രീസിയേഷൻ കിട്ടാൻ ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ഈ ചെറിയ കാര്യങ്ങളിൽ നമ്മൾ ഓരോന്നും നമ്മൾ അച്ചീവ് ചെയ്ത് വരുമ്പോൾ, അപ്രീസിയേഷൻ കിട്ടുമ്പോൾ നമ്മൾ കുറച്ചും കൂടി നന്നായിട്ട് മുന്നോട്ട് പോകാൻ നോക്കും അല്ലേ. എല്ലാവരും അങ്ങനെയല്ലേ. ഇപ്പോൾ ചെറിയൊരു കാര്യം, ഇപ്പം ഒരു എക്സാമിന് ഒരു 25 ഒരു 20 കിട്ടി, അപ്പോൾ ഭയങ്കര സന്തോഷം. ഇത്രയും കാലം പഠിച്ചില്ല, പക്ഷേ ഇന്ന് 20 കിട്ടുമ്പോൾ യെസ് ഐ ക്യാൻ ഡു, നമുക്ക് മറ്റുള്ളവരെ പോലെയൊക്കെ മാർക്ക് കിട്ടും എന്ന് പറയുമ്പോൾ എന്താ, നെക്സ്റ്റ് ടൈം വി വിൽ ഡു എ ലിറ്റിൽ മോർ. അപ്പോൾ നമ്മൾ ആ 20 ഒരിക്കലും പിന്നെ 20യുടെ താഴെ നമ്മൾ അപൂർവം പോയാൽ എന്തെങ്കിലും കൊണ്ട് പോകുന്നല്ലാതെ നമ്മൾ ഒരിക്കലും ഡെലിബറേറ്റ് ആയിട്ട് നമ്മളൊരിക്കലും 20യുടെ താഴെ പോകാൻ നോക്കില്ല. അതുപോലെയാണ് ലൈഫിൽ ഓരോ സിറ്റുവേഷൻസും. അപ്പോൾ ആദ്യം പറഞ്ഞ ചലഞ്ചസ്, ഇപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ നമ്മുടെ മനസ്സിലുള്ള കോംപ്ലക്സസ്, നമ്മളതിനെ എങ്ങനെ ഒരു കൺസ്ട്രക്റ്റീവ് വേയിൽ അല്ലെങ്കിൽ ഒരു ഡിസ്ട്രക്റ്റീവ് വേ പോവാതെ നമ്മൾ എങ്ങനെ നമ്മളെയും നമ്മുടെ കൂടെയുള്ളവരെയും അഫക്റ്റ് ചെയ്യാതെ നമ്മുടെ ഒരു ഗ്രോയിങ് വേയിൽ, ഒരു നല്ലൊരു പാതയിലേക്ക് നമുക്ക് എങ്ങനെ പോകാം എന്നുള്ള കാര്യം നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. പിന്നുള്ളതാണ് ജലസി. അതും മനസ്സിൽ നമ്മുടെ ഒരു ലിമിറ്റേഷൻ, അല്ലെങ്കിൽ നമ്മുടെ ലിമിറ്റേഷൻ അല്ല, നമ്മുടെ ഒരു ചാലഞ്ച് നമ്മൾ ഓവർകം ചെയ്യേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് ഏത് പ്രായമാണെങ്കിലും, ചെറുപ്പമാണെങ്കിലും വലുപ്പമാണ്. നമ്മൾ കണ്ടിട്ടുണ്ട്, പലതിലും വായിച്ചിട്ടുമുണ്ട്, ജലസി കാരണം ഒരുപാട് ഡിസ്ട്രക്ഷൻസ്, സ്വന്തം ലൈഫും നശിപ്പിക്കും, മറ്റുള്ളവരുടെ ലൈഫും. അപ്പോൾ അതിന് ആ ഒരു ലെവലിൽ പോകാതെ ഒരു കൺസ്ട്രക്റ്റീവ് വേയിൽ അവർ നന്നാവട്ടെ, കൂടെ നമ്മളും നന്നാവട്ടെ എന്നുള്ള ചിന്ത വന്നാൽ, നിങ്ങളുടെ ഫസ്റ്റ് സോങ് കേട്ടപ്പോൾ തന്നെ മനസ്സ് നന്നാവുക അല്ലേ, മനസ്സ് നന്നായാൽ തന്നെ വളരെ ഒരുപാട് കാര്യങ്ങൾ അവിടെ സോൾവ് ആയിക്കഴിഞ്ഞു. മനസ്സ് നന്നാവാത്തത് കൊണ്ടാണല്ലോ പല നെഗറ്റീവ് ഈ ലോകത്തിൽ നടക്കുന്ന പല ബുദ്ധിമുട്ടുകളും പല കാര്യങ്ങളും മനസ്സ് നന്നാവാത്തതുകൊണ്ട്. അപ്പോൾ ആ പാട്ട് കേട്ടപ്പോൾ തന്നെ ഭയങ്കര മനസ്സിന് സന്തോഷമായി. കാരണം ആ വന്ന ഗ്രൂപ്പ് ഞാൻ വിചാരിച്ച പോലെ തന്നെ ഒരു വ്യത്യാസമായിട്ടുള്ള ഗ്രൂപ്പ്, വ്യത്യാസമായിട്ട് തിങ്ക് ചെയ്യുന്ന ഗ്രൂപ്പിൽ നിന്ന് ഒന്നും കൂടി അതിനൊന്ന് ഉറപ്പായി. ഭയങ്കര സന്തോഷമുണ്ട്. പിന്നൊരു കാര്യം, പിന്നെ ഇപ്പോഴാണെങ്കിലും ചെറുപ്പത്തിൽ ഞാൻ വിചാരിച്ചൊരു കാര്യമാണ്, വലുതാവുമ്പോഴും മറ്റുള്ളവർ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, എന്ത് ചെയ്യുമ്പോഴും അയ്യോ മറ്റുള്ളവർ എന്താ വിചാരിക്കുക, ആ കുട്ടി എന്താ വിചാരിക്കുക, അല്ലോ ഇയാൾ എന്താ വിചാരിക്കുക, അങ്ങനൊരു എല്ലാവർക്കും ഉണ്ടാവും. ആരും ഇല്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം ഞാനും അങ്ങനെ വിചാരിച്ചിട്ടുണ്ട്. മുന്നോട്ട് വരാൻ ഭയങ്കര പേടിയാണ്. അയ്യോ ഞാൻ അവിടെ നിന്ന് എന്തെങ്കിലും സംസാരിച്ചാൽ ആ കുട്ടി എന്താ എന്നെ പറ്റി വിചാരിക്കുക, ലൈക്ക് മിസ് എന്ത് വിചാരിക്കും, ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ എന്ത് വിചാരിക്കും, അല്ലെങ്കിൽ പുറത്ത് പോയി മുമ്പിൽ എല്ലാവരും എന്നെയാണോ നോക്കുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെ ഭയങ്കര ഒരു കോൺഷ്യസ് ആയിരിക്കും. ഭയങ്കര അതൊരു ഏജിൻ്റെ ഒരു കുഴപ്പം. ഈ ഒരു ഏജിൽ ഒരു കുറച്ച് കാലം വരെ അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ വിചാരിക്കുമ്പോൾ പറയും, എപ്പോൾ നമ്മളോട് പറയും എല്ലാവരും നമ്മളെ തന്നെയാണോ നോക്കിയിരിക്കുന്നത്, എല്ലാവർക്കും ഇഷ്ടമായ കാര്യങ്ങളുണ്ട് അല്ലേ. അപ്പോൾ ആദ്യം നമ്മൾ വിചാരിക്കണേ, നമ്മൾ മറ്റുള്ളവർ നമ്മളെപ്പറ്റി എന്താ വിചാരിക്കുക, അത് അങ്ങനെ ഒരു ഫാക്ടർ ഒരിക്കലും നമ്മുടെ മനസ്സിൽ വരാനേ പാടില്ല. അങ്ങനെ നമ്മൾ വന്നു കഴിഞ്ഞാൽ നമുക്കൊരിക്കലും ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഞാൻ എപ്പോഴും പറയും, മറ്റുള്ളവർ നമ്മളെ പറ്റി എന്താ വിചാരിക്കുക, അത് അവരുടെ പ്രോബ്ലമാണ്. അതൊരിക്കലും നമ്മുടെ പ്രോബ്ലമായിട്ട് നമ്മളൊരിക്കലും നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ പാടില്ല. ഇപ്പം നമ്മളെപ്പറ്റി അവരെന്താ വിചാരിക്കുക, എന്തുവേണമെങ്കിലും വിചാരിച്ചോട്ടെ, അത് നമ്മളെന്തോ സ്പെഷ്യലാണ്, അല്ലെങ്കിൽ നമ്മളൊരു യുണീക്ക് ആയതുകൊണ്ടാണല്ലോ നമ്മളെപ്പറ്റി അവരിങ്ങനെ ഒരു ഭയങ്കര ഇൻട്രസ്റ്റിൽ ചിന്തിക്കുന്നത്. അപ്പോൾ ലെറ്റ് ദം തിങ്ക്, എൻജോയ് ദാറ്റ്. നമ്മളൊരു സ്പെഷ്യലാണ് എന്നുള്ളൊരു ഫീലിംഗ് നമ്മൾ വിചാരിക്കുക, പോസിറ്റീവായിട്ട് വിചാരിക്കുക. അതിന് ഒരുപാട് തലയിൽ ഇങ്ങനെ കയറണമെന്നല്ല, പോസിറ്റീവായിട്ട് വിചാരിക്കുക. ലെറ്റ് ദം തിങ്ക് ഇറ്റ് ഈസ് ദെയർ
അവരുടെ വർക്കായിട്ട് അവരുടെ തലയിൽ തന്നെ വെച്ച് കൊടുക്കുക. ഡോണ്ട് ടേക്ക് ഇറ്റ് ഇൻ ടു അവർ മൈൻഡ് ഓർ അവർ ഹെഡ്. നമ്മൾ വിചാരിക്കണം വി ഹാവ് മോർ ഇമ്പോർട്ടൻറ്റ് തിങ്സ് ടു ഡു ഇൻ ലൈഫ് rather than thinking on what brood over what others think about us, അല്ലേ? നമ്മൾ മറ്റുള്ളവരുടെ തോട്ട്സ് ആലോചിച്ചുകൊണ്ടിരുന്നാൽ പിന്നെ നമുക്ക് നമ്മുടെ ലൈഫ് ജീവിക്കാൻ പറ്റുമോ? വി വിൽ ബി ലിവിങ് ദെയർ ലൈഫ്. ദേ ആർ ഓൾറെഡി ലിവിങ് അവർ, അല്ലേ? ട്രൈങ് ടു നമ്മളെങ്ങനെ ഒബ്സർവ് ചെയ്ത് നമ്മൾ എന്താ ചെയ്യുന്നത്, അത് നമ്മുടെ ഫീലിംഗാണ്. ആക്ച്വലി മേ ബി അവരൊന്നും ഇപ്പം നിങ്ങൾക്ക് തന്നെ ഓരോ സിംഗിളായിട്ട് ആലോചിച്ച് നോക്കിയാൽ ഇപ്പോൾ ഏതെങ്കിലും എല്ലാ കുട്ടികളെയും പറ്റി നിങ്ങൾ ബോധവാനാണോ? അല്ല. പക്ഷെ ചിലപ്പം മറ്റുള്ളവർ വിചാരിക്കും നമ്മളെന്താ വിചാരിക്കാമെന്നായിരിക്കും ചിലപ്പോൾ അവരുടെ പ്രോബ്ലം. മേ ബി നമ്മൾ അതിനെ പറ്റി ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവില്ല, അല്ലേ? അപ്പോൾ നമ്മളിങ്ങനെ ആവശ്യമില്ലാത്ത ഇങ്ങനത്തെ ചിന്തകളൊക്കെ നമ്മുടെ മനസ്സിൽ നിന്ന് അങ്ങോട്ട് മാറ്റിക്കളയാം. അപ്പോൾ ഞാനും ഇതുപോലെ ഇങ്ങനെ മറ്റുള്ളവരെ പറ്റി ഒക്കെ ചിന്തിച്ചിരുന്ന ആളാണ്. അത് ഞാൻ പറഞ്ഞു, അതൊക്കെ ഏജിൽ, അല്ലേ? ഓരോ ഏജിലും ഓരോരോ കാര്യങ്ങളുണ്ടാവും, അതൊക്കെ അങ്ങനെ നടക്കും. ബട്ട് അതൊന്നും ഒരുപാട് ഒരു ഡിഗ്രിയുടെ അപ്പുറത്തേക്ക് നമ്മൾ പോകാൻ സമ്മതിക്കരുത്. അതിന് നമ്മൾ എപ്പോഴും തിങ്ക് ചെയ്യുക. അതിനൊക്കെയാണ് നമ്മൾ കുറേ റീഡ് ചെയ്യണം, നല്ല നല്ല ഇൻട്രാക്ഷൻസ് ഉണ്ടാക്കാൻ നോക്കണം, നല്ല എന്താ പറയുക നോളജബിൾ പേഴ്സൺസിൻ്റെ ബുക്സ് അല്ലെങ്കിൽ അവരുടെ സ്പീച്ചസ് അങ്ങനെയൊക്കെ കേൾക്കാൻ നോക്കണം. അപ്പം പിന്നെ നമ്മുടെ മനസ്സിൽ നമ്മുടെ വിഷൻ, അല്ലെ, നമ്മുടെ നമുക്കൊരു ലോങ് ടേം വിഷൻ കിട്ടും. ലൈഫിൻ്റെ വാല്യൂസ് അല്ലെങ്കിൽ നല്ല നല്ല പോയിൻറ്റ്സ് എല്ലാം നമുക്ക് നമ്മുടെ ലൈഫിലേക്ക് ഓട്ടോമാറ്റിക്കലി അത് നമ്മൾ ഇംബൈബ് ആകും. ഇപ്പോൾ ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ എൻ്റെ സ്കൂളിൻ്റെ ഒരു മോട്ടോ ആയിരുന്നു, ഞാൻ പഠിച്ചത് കാണിക്കുമ്പോൾ അത് സ്കൂള് പാലക്കാട്, അവിടുത്തെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളായിരുന്നു. അപ്പോൾ എൻ്റെ അമ്മ ഇപ്പോൾ അച്ഛൻ മരിച്ചപ്പോൾ ഫിനാൻഷ്യൽ ആയിട്ട് അത്ര വലിയ സൗണ്ട് ആയിരുന്നില്ല, നല്ല ബുദ്ധിമുട്ടുള്ള സമയത്ത് എല്ലാവരും പറയും എന്തിനാ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിപ്പിക്കുന്ന കുട്ടികളെ സാധാ സ്കൂളിൽ പഠിപ്പിച്ചുകൂടെ, എന്താ ഇപ്പോൾ ഇത്രയൊക്കെ ബുദ്ധിമുട്ടി പഠിപ്പിക്കണേ എന്ന് പറയുമ്പോൾ അമ്മ പറഞ്ഞിരുന്നു, ആ സമയത്ത് പറയും നിങ്ങൾക്ക് നന്നായിട്ട് പഠിക്കണം, അല്ല ഇങ്ങനെ സാധാ പോലെ നല്ല ഭക്ഷണം നല്ല ഡ്രസ്സ് അങ്ങനത്തെയൊക്കെ ലൈഫ് മതിയോ? അപ്പോൾ നമുക്ക് വലിയ ഐഡിയ ഒന്നും ഇല്ല, പക്ഷേ എന്നാലും അമ്മയെ സന്തോഷിപ്പിക്കണമെന്നല്ല ഞങ്ങൾക്ക് നന്നായിട്ട് പഠിക്കണം. പക്ഷെ അന്ന് അങ്ങനെ പറഞ്ഞൊരു ഡിസിഷൻ ലൈഫിൽ എത്രമാത്രം ഒരു ബേസാണ് ഉണ്ടാക്കിയാന്ന് ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോഴാണ് മനസ്സിലാവുന്നത്. അന്ന് പറയും വേണ്ട ഞങ്ങൾക്ക് അങ്ങനെ പഠിക്കുന്നു വേണ്ട, ഏതെങ്കിലും സ്കൂൾസ് മോശമാണെന്നല്ല പറയണത്, മറ്റുള്ളവർ പറയുമ്പോൾ ഉള്ളൊരു കമ്പാരിസൺ ആയിട്ട് എല്ലാ സ്കൂൾസും നല്ലതാണെന്ന് ഞാൻ പറയുന്നു, നല്ല നല്ല ടീച്ചേഴ്സ് എല്ലാം ഉണ്ട്. പക്ഷെ അന്നത്തെ ഒരു സിറ്റുവേഷനിൽ എല്ലാവരും ആ പറയണ അനുസരിച്ച് പറയുമ്പോൾ വേണ്ട വേറെ എവിടെയെങ്കിലും നമുക്ക് നല്ല ഡ്രസ്സ് നമുക്ക് നല്ല അങ്ങനെ ഒരു ലൈഫ് മതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മേ ബി ലൈഫിൻ്റെ ഒരു ട്രാക്കേ മാറിയാണ്. ബട്ട് സോ ഐ എം ഓൾവേസ് താങ്ക്ഫുൾ ടു മൈ മദർ. എൻ്റെ അമ്മ ഭയങ്കര സ്ട്രോങ് ക്യാരക്ടറാണ്. ഞാൻ അത്രയ്ക്കൊന്നും അമ്മയുടെ അടുത്ത് പോലും ഇല്ല. ഷീ ഈസ് വെരി സ്ട്രോങ്. ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ എന്തെന്നെ ഇപ്പോൾ ട്രബിൾസ് വന്നാലും ഷീ വിൽ ഹാവ് എ സൊല്യൂഷൻ വിത്ത് ഹർ. അപ്പോൾ എപ്പോഴും എന്ത് കാര്യം വന്നാലും അമ്മയെ വിളിച്ച് എവിടെ നിന്നെങ്കിലും ഒരു സൊല്യൂഷൻ കിട്ടും. അപ്പോൾ എനിക്കും ഒരു കുറച്ച് ഞാനതും ട്രൈ ചെയ്ത് എനിക്കും അങ്ങനെ ഒരു ലൈന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഓൾവേസ് എന്ത് പ്രശ്നം വന്നാൽ നമുക്ക് എങ്ങനെയെങ്കിലും ഒരു സൊല്യൂഷൻ കിട്ടാനുള്ളൊരു മേ ബി അത് അമ്മയെ ഫോളോ ചെയ്തിട്ടും നമ്മുടെ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്തുകൊണ്ടായിരിക്കാം എനിക്ക് അങ്ങനൊരു ഇത് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ മോളോടും ഞാൻ പറയും എപ്പോഴും എന്ത് പ്രശ്നം വന്നാലും നമ്മൾ ഗിവ് അപ്പ്, നെവർ ഗിവ് അപ്പ്. അമ്മ അതാണ് ഒന്ന് പഠിപ്പിച്ചത്, നെവർ ഗിവ് അപ്പ്. എന്ത് പ്രോബ്ലം വരുമ്പോഴും നമ്മൾ എല്ലാം കഴിഞ്ഞു, നമ്മളെല്ലാം അവസാനിച്ചു, ഇനി ഒന്നുമില്ല, അത് നമുക്ക് ഒരിക്കലും നമ്മൾ വിചാരിക്കാൻ പാടില്ല. ലൈഫിൽ ഏത് ഡിസിഷൻ എടുക്കുമ്പോഴും ചിലപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വലിയ ലോങ് ടേം ഡിസിഷൻസ് എടുക്കാനുള്ള ഏജൊന്നും ആയിട്ടില്ല, അല്ലേ? ഇപ്പോൾ നിങ്ങൾ പഠിക്കുന്ന പ്രായമാണ്. ഇപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ലൈഫിലൊരു വലിയൊരു സിറ്റുവേഷനിലേക്ക് പോകണ ഒരു വലിയ ഡിസിഷൻസ് എടുക്കുന്ന ഒരു ഏജൊന്നും അല്ല. നിങ്ങൾ +1 +2 കഴിഞ്ഞ് ഇനി എഡ്യൂക്കേഷൻ വൈസ് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, നിങ്ങൾക്ക് എന്താ നിങ്ങളുടെ ഡ്രീം കരിയർ, നിങ്ങൾക്ക് എന്താ പഠിക്കേണ്ടത്, ആ ഒരു ലെവലിലും ആണ് നിങ്ങൾ ചിന്തിക്കുന്നത്. അല്ലാതെ ഞാൻ എപ്പോഴും വിചാരിക്കും കല്യാണം അല്ലെങ്കിൽ അതാണ് ഏറ്റവും വലിയ അങ്ങനെയല്ല. നമ്മളെല്ലാവരും ലേഡീസ് എപ്പോഴും ഗേൾസ് ആണെങ്കിലും നമ്മുടെ സ്വന്തം കാലിൽ നമ്മൾ നിൽക്കാൻ പഠിക്കണം. നമ്മളെപ്പം നമ്മളെ റെസ്പെക്റ്റ് ചെയ്ത് നമ്മുടെ കഴിവും നമ്മുടെ കഴിവുകൾ അറിഞ്ഞ് നമ്മുടെ സ്വന്തം കാലിൽ നിൽക്കുന്നോ അപ്പോഴേ നമുക്കൊരു ഐഡൻറ്റിറ്റി ഉള്ളൂ. കല്യാണം കഴിക്കേണ്ട അങ്ങനെയല്ല പറയണം. എല്ലാം ലൈഫിൽ അതാത് സമയത്ത് നമ്മൾ നടക്കും, എല്ലാം അതിൻ്റെ സമയം വരുമ്പോൾ നടക്കും. പക്ഷെ അതാണ് ലൈഫിൽ ഏറ്റവും വലിയ ലക്ഷ്യം എന്നോ അതാണ് നമുക്ക് വേണ്ട അങ്ങനെയല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. നമുക്ക് ഇപ്പോൾ അറിയാമല്ലോ ലേഡീസ് എല്ലാം ഭയങ്കര നല്ല നല്ല ഹൈ പൊസിഷൻസിലും അല്ല എവിടെയൊക്കെയാണ് എത്തുന്നത് കാണുമ്പോൾ തന്നെ ഭയങ്കര ഒരു ഇൻസ്പിരേഷനാണ്. എനിക്ക് ചെറുപ്പത്തിലുള്ളൊരു വലിയൊരു ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ ഭയങ്കര പഠിക്കുക. ആ ഒരു ട്രാക്കിൽ വന്നപ്പോൾ എത്ര പഠിച്ചാലും പോരാ, കൂടുതൽ നല്ല എനിക്ക് പ്രൊഫഷണൽ കോളേജസിൽ പഠിക്കണം, അങ്ങനെ പ്രൊഫഷണൽ കോഴ്സ് ചെയ്യണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു. ബട്ട് അന്നത്തെ ഒരു സിറ്റുവേഷനിൽ ഇറ്റ് വാസ് നോട്ട് പോസിബിൾ. അപ്പോൾ ഇപ്പോഴും നല്ല കോളേജസ് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ നല്ല ഡിഗ്രീസ് കേൾക്കുമ്പോൾ മനസ്സിലൊരു നീറ്റൽ ഇപ്പോഴും ഉണ്ട്, ഇല്ല എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ എൻജിനീയറിങ്ങിന് പോകാൻ പറ്റിയില്ല ബിക്കോസ് ദർ വാസ് നോ വൺ ടു ഗൈഡ്. പോയി എക്സാം എഴുതാമെന്നല്ലാതെ
നമ്മൾ എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും ഒരു ഗൈഡൻസ് വേണം. ഇപ്പോൾ വെള്ളത്തിൽ ഇപ്പോൾ സ്വിമ്മിങ് പഠിക്കുകയാണ്, വെറുതെ വെള്ളത്തിൽ ഇറങ്ങി കൈയും കാലും ഇട്ട് അടിച്ച് കഴിഞ്ഞാൽ നമ്മൾ എവിടെ എത്തില്ല അല്ലേ. അതിന് പ്രോപ്പർ ഗൈഡൻസ് വേണം. നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മൾ എവിടേക്ക് എത്തണം, ആ മറുകരയിലേക്ക് എത്തണം, അല്ലെങ്കിൽ ഏത് ടൈപ്പ് സ്വിമ്മിങ് വേണം, ഇതൊക്കെ നമ്മൾ അറിയണമെങ്കിൽ നമുക്കൊരു പ്രോപ്പറായിട്ട് ഒരാൾ ഗൈഡ് ചെയ്യണം. ഇപ്പോൾ യൂട്യൂബും ഇതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും നമുക്ക് നമ്മുടെ ഇതിലേക്ക് എത്തുകയാണെങ്കിൽ അങ്ങനെ പ്രോപ്പർ ഗൈഡൻസ് കിട്ടിയാൽ മാത്രമേ നമുക്ക് ലൈഫിലൊരു ട്രാക്കിലേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അങ്ങനെ സമയത്ത് കിട്ടാത്ത പല കാര്യങ്ങളും എനിക്കിപ്പോൾ എക്സ്പീരിയൻസ് വരുമ്പോൾ ഞാൻ എല്ലാവരെയും ഗൈഡ് ചെയ്യാറുണ്ട്, എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാറുണ്ട്. ഇങ്ങനെയൊക്കെയാണ്, ആരെയും കമ്പലൊന്നും ചെയ്യാറില്ല, നമ്മൾ പറഞ്ഞു കൊടുക്കുക ഇങ്ങനെയൊക്കെയാണ്. അത് ഓരോരുത്തരുടെ ഇൻഡിവിജ്വൽ ഇഷ്ടങ്ങളാണ്, ചൂസിങ് അല്ലേ, നമ്മുടെ ലൈഫിൽ എങ്ങനെ വേണമെന്നുള്ളത് ചൂസ് ചെയ്യുന്ന ഓരോരുത്തരുടെ ഇഷ്ടങ്ങളാണ്. അപ്പോൾ ഞാൻ പറയും അന്ന് പഠിക്കാൻ പറ്റിയില്ല, ബട്ട് അത് പറഞ്ഞിട്ട് എപ്പോഴും നെഗറ്റീവ് ഫീലിംഗ് ആയിരുന്നില്ല. പക്ഷേ ഓരോ സിറ്റുവേഷൻ വരുമ്പോഴും ഞാൻ അപ്പോൾ ഉള്ള എൻ്റെ സിറ്റുവേഷൻ അനുസരിച്ച് എനിക്ക് എന്തൊക്കെ ലേണിംഗ് ഉണ്ട് അതെല്ലാം ഞാൻ പറ്റി. ഇപ്പോൾ ബാങ്കിൽ കയറി അതിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്കിങ് ആൻഡ് ഫിനാൻസിൽ എനിക്ക് പഠിക്കാൻ അവസരമുണ്ട്, ഞാനത് പഠിച്ചു. ഇപ്പോൾ MSc പഠിച്ചു, കോളേജ് ടോപ്പായി. അപ്പോൾ ഞാൻ പറയുന്നത് നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിലും അതിൽ നമ്മൾ സിൻസിയറായിട്ട് ഹാർഡ് വർക്കായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു മാർക്ക് നമുക്ക് അവിടെ ഉണ്ടാക്കാം. അതുപോലെ തന്നെയാണ് നോളജ് ഈസ് പവർ, അത് എപ്പോഴും മനസ്സിൽ ഓർക്കണം. അപ്പോൾ ഞാൻ ആദ്യം പറയാൻ വന്ന സ്കൂളിൻ്റെ കാര്യം. സ്കൂളിൽ ഒരു മോട്ടോ ഉണ്ടായിരുന്നു, ഡെയർ ആൻഡ് ഹോപ്പ്. അത് അന്ന് എനിക്ക് മനസ്സിലായില്ല, വാട്ട് ഇസ് ഡെയർ ആൻഡ് ഹോപ്പ്. അതൊരു മോട്ടോ പോലെ എപ്പോഴും നോക്കി വെച്ചു എന്നല്ലാതെ അത് മനസ്സിൽ നമ്മൾ അറിയാതെ പതിഞ്ഞു പോയൊരു കാര്യമാണ്. അത് പിന്നെ കാലങ്ങൾ കഴിഞ്ഞ് നോക്കുമ്പോഴാണ് അത് ഇപ്പോഴും ഒരു പ്രഷ്യസ്, ഒരു ഡയമണ്ട് പോലെ അവിടെ ഷൈൻ ചെയ്യുക. ഡെയർ ആൻഡ് ഹോപ്പ്, യു മീൻ വട്ട് യു മീൻ ബൈ ഡെയർ ആൻഡ് ഹോപ്പ്? ഈ ചലഞ്ചിനോട് തന്നെ ലിങ്ക് ചെയ്തിട്ട് നമുക്ക് അതിനെ പറ്റി പറയാൻ പറ്റും. ഡെയർ, വട്ട് ഇസ് ഡെയർ? നമ്മൾ എന്തെങ്കിലും സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ ഒന്നും ചെയ്യാതെ, ഒരു ഭാഗത്ത് ഒരു ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ഒരു ചലഞ്ച് വരുമ്പോൾ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാതെ ചുമ്മാ ഡയർ ചെയ്യാതെ വെറുതെ അവിടെ നിന്നിട്ട് ഹോപ്പ് ചെയ്യുക ഈശ്വര അത് നടക്കണം എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ നെവർ ഹാപ്പൺ അല്ലേ. നമ്മളൊരു സിറ്റുവേഷനിലേക്ക് പോവുകയാണെങ്കിൽ അല്ല ഒരു വഴി കണ്ടുപിടിക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം ഒരു സ്റ്റെപ്പ് വെച്ചാൽ മാത്രമേ നമ്മുടെ മുമ്പിലുള്ള ലൈഫ് അല്ലെങ്കിൽ നമ്മുടെ സിറ്റുവേഷൻസ് കംപ്ലീറ്റ് ആയിട്ട് മാറും. അല്ലാതെ നമ്മൾ കരയ്ക്ക് നിന്നിട്ട് എങ്ങനെയാണ് പോവുക അല്ലെങ്കിൽ എങ്ങനെയാണ് അത് ചെയ്യാമെന്ന് നമ്മൾ ആലോചിച്ചുകൊണ്ടിരുന്നാൽ we will never reach anywhere. അപ്പോൾ എപ്പോഴും ആദ്യത്തെ ഒരു സ്റ്റെപ്പ് നമ്മൾ വെക്കണം, അതിനാണ് ഡെയർ ദെൻ ഹോപ്പ്. അപ്പോൾ നമ്മൾ ആദ്യം ഡെയർ. അപ്പോൾ ആ ഒരു മോട്ടോ ലൈഫിൽ എപ്പോഴും അന്ന് നോട്ട് ചെയ്തില്ലെങ്കിലും അത് എവിടെയോ മനസ്സിൽ പതിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, നമ്മൾ റീഡിങ് അല്ലെങ്കിൽ നമ്മൾ അലേർട്ടായിട്ട് ചുറ്റും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ മനസ്സിൽ കുറേ നല്ല കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ പതിയും. ഇറ്റ് വിൽ ഹെൽപ്പ് യു ഇൻ ദ ലോങ് റൺ. ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ നമ്മുടെ മുൻപിൽ ഒരു ലൈറ്റ് പോലെ നമ്മുടെ വഴി, നമ്മൾ ഡാർക്കായിട്ട് നിൽക്കുന്ന സമയത്ത് ഒരു ലൈറ്റ് പോലെ നമ്മുടെ വഴി തെളിയിക്കാൻ അത് നമ്മുടെ ലൈഫിൽ വരും എന്നുള്ളത് വളരെ അധികം പ്രൂവൻ ചെയ്തൊരു കാര്യമാണ്. പിന്നെയുള്ള കാര്യമാണ് റെസ്പോൺസിബിലിറ്റി ഓഫ് അവർ ഡിസിഷൻസ്. നമ്മൾ എന്ത് ഡിസിഷൻ എടുക്കും, നിങ്ങൾക്ക് അത്ര പ്രായമായിട്ടില്ലെങ്കിലും നിങ്ങൾ ലൈഫിൽ ഉള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് റെസ്പോൺസിബിലിറ്റി ഓഫ് അവർ ഡിസിഷൻസ്. നമ്മളൊരു ഡിസിഷൻ എടുത്തു ലൈഫിൽ, ഡിസിഷൻ എടുത്തിട്ട് പറയാം ഞാൻ അയാൾ കാരണം അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ഒരാൾ പാരൻസ് കാരണോ അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റർ കാരണോ അല്ലെങ്കിൽ ബ്രദർ ഫ്രണ്ട് കാരണം ആ റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ ആ ഡിസിഷൻ എടുത്ത് ഞാൻ എന്താ പറയുക എൻ്റെ ആയിരുന്നില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ എന്തെങ്കിലും ഫെയിലിയർ അല്ലെങ്കിൽ സക്സസിൻ്റെ ക്രെഡിറ്റ് ആർക്കും കൊടുക്കാറില്ല അല്ലേ. എന്തെങ്കിലും ഫെയിലിയർ ആയിക്കഴിഞ്ഞാൽ പറയും അയാളെ കാരണം അല്ലെങ്കിൽ മറ്റേ കാരണം. പക്ഷെ ഒരിക്കലും അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ അങ്ങനെ ഒരു അപ്രോച്ച് നമ്മൾ ഒരിക്കലും ലൈഫിൽ എടുക്കാൻ പാടില്ല. ഇപ്പോൾ നിങ്ങൾ അത്രയും വലിയ വലിയ ഡിസിഷൻസ് എടുക്കാനുള്ള പ്രായമൊന്നും ആയിട്ടില്ല, പക്ഷേ ലൈഫിൽ എപ്പോഴെങ്കിലും നമ്മൾ കുറച്ചും കൂടിയൊക്കെ ഒരു ജോലിയൊക്കെ കിട്ടി അല്ലെങ്കിൽ ലൈഫിൽ കുറച്ചും കൂടി വലിയ മുന്നോട്ട് വരുമ്പോൾ ഏജ് ആകുമ്പോൾ നമ്മുടെ ലൈഫിൽ ഒരു സിറ്റുവേഷൻസ് ഒക്കെ വരുമ്പോൾ നമ്മൾ എന്ത് ഡിസിഷൻ വരുമ്പോഴും നമ്മളെല്ലാം പോസിറ്റീവും അതിൻ്റെ നെഗറ്റീവ്സും നമ്മൾ അനലൈസ് ചെയ്യണം. ഇപ്പം എല്ലാം പോസിറ്റീവായിട്ടും അല്ലെങ്കിൽ എല്ലാം നമുക്ക് മികച്ചതായിട്ടൊന്നും നമുക്ക് പെർഫെക്റ്റ് ആയിട്ടൊന്നും ഒരു ഡിസിഷനും ലൈഫിൽ എടുക്കാൻ പറ്റില്ല അല്ലേ, ഒരു ഡിസിഷനും. കാരണം നമുക്ക് ഫ്യൂച്ചറിൽ എന്താ വരാൻ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ ഐ വാസ് അസിസ്റ്റൻറ്റ് മാനേജർ ഇൻ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ. അപ്പോൾ ആ ഒരു ജോലി എല്ലാവരുടെയും ഒരു ഡ്രീം ജോബാണ്. അന്ന് എങ്ങനെയെങ്കിലും ഒരു എക്സാം എഴുതി വേഗം നമ്മൾ 18 ഇയർ ആകുമ്പോൾ തന്നെ നമ്മൾ ഗവൺമെൻറ് എക്സാംസ് എഴുതാൻ തുടങ്ങും. ചുമ്മാ പോയി എഴുതുന്നതാണ്. ബട്ട് ഐ നോ ചുമ്മാ എഴുതി കഴിഞ്ഞാൽ ഒരിക്കലും ഒന്നും ആവില്ല എന്ന് ഇപ്പോൾ എനിക്ക് നന്നായിട്ട് അറിയാം. ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യുന്നവരെ വെറുതെ എല്ലാ വർഷവും പോയി ബാങ്ക് ടെസ്റ്റ് എഴുതും, എല്ലാം എഴുതും. ബട്ട് വെൻ ഐ വെൻ ഫോർ എ കോച്ചിങ്, ആ കോച്ചിങ്ങിന് പോകുമ്പോഴും ഭയങ്കര ബുദ്ധിമുട്ടിയിട്ടാണ്. മൈ മദർ ഫൗണ്ട് ഇറ്റ് ഹാർഡ് ടു ഫൈൻഡ് എ ഫീസ് ഫോർ വെരി സ്മോൾ എമൗണ്ട് ഓഫ് ഫീസിനും കൂടി ഭയങ്കര കഷ്ടപ്പെട്ടിട്ടാണ് അത് അറേഞ്ച് ചെയ്തത്. സ്റ്റിൽ ആ ഒരു ഇതുണ്ടായിരുന്നു, ഇത്രയും ബുദ്ധിമുട്ടിയിട്ട് എനിക്ക് ആക്കി. അപ്പോൾ ആ തിരിച്ച് ഞാനൊരു റെസ്പോൺസിബിലിറ്റി എനിക്ക് കാണിക്കണമായിരുന്നു. ഞാൻ നന്നായിട്ട് കോച്ചിങ്ങിന് അവർ ഗൈഡൻസ് ദേ വിൽ ഗൈഡ് us, ബട്ട്
ദ റെസ്പോൺസിബിലിറ്റി നമ്മൾ അത് പ്രാക്ടീസ് ചെയ്ത് നമ്മൾ ആ ടോപ്പിൽ വരണം എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമാണ്, അവരുടെ ഉത്തരവാദിത്വമല്ല അല്ലേ. ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയി കഴിഞ്ഞാൽ അവർ നമ്മളെ പഠിപ്പിക്കും, ബട്ട് നമ്മൾ എത്ര ഹാർഡ് വർക്ക് ഇടുന്നു, എത്ര എഫേർട്ട് ഇടുന്നു, അത് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ നമ്മുടെ ഉത്തരവാദിത്തം. നമുക്ക് വേണം, അല്ലെങ്കിൽ നമ്മുടെ ഡിഗ്രി ഓഫ് ഡിസയർ അനുസരിച്ചിട്ടാണ് നമ്മൾ നമ്മുടെ വർക്ക് ഇടുന്നത്, നമ്മൾ എവിടെ എത്തുന്നതൊക്കെ നമ്മുടെ റെസ്പോൺസിബിലിറ്റി, അല്ലാതെ അവരുടെ അല്ല. അപ്പോൾ ലൈഫിൽ അപ്പോൾ ഞാൻ ഇങ്ങനെ ഇത്രയും ബുദ്ധിമുട്ടിയിട്ട് ബാങ്കിൽ കയറി, അത് കഴിഞ്ഞിട്ട് റിസൈൻ ചെയ്തപ്പോൾ ദാറ്റ് ടൈം പ്രിയോറിറ്റീസ് വർ ഡിഫറെൻറ്റ്. ഫാമിലി അങ്ങനെ കുറച്ച് പേഴ്സണലായിട്ട് കുറച്ച് പ്രയോറിറ്റീസ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ ചൂസ് ചെയ്തത്, ഞാൻ റിസൈൻ ചെയ്ത് പുറത്ത് പോകും. ബട്ട് ഐ വാസ് വെരി കോൺഫിഡൻറ്റ് ദാറ്റ് ഇതല്ലെങ്കിൽ വേറെന്ത് കാര്യം എനിക്ക് എന്തായാലും ഐ ക്യാൻ ഡു എന്നുള്ളൊരു ആ ഒരു കോൺഫിഡൻസിൽ ഞാൻ എൻ്റെ സ്വന്തം റിസ്കിൽ ഐ ഹാവ് ടു കൺസൾട്ട് ഓൺലി മൈ മദർ. ഇഫ് ഷീ സെഡ് ഇഫ് യു ആർ കോൺഫിഡൻറ്റ് ദെൻ ഗോ എഹെഡ്, അല്ലാതെ അത് പറ്റില്ല എന്നൊന്നും പറഞ്ഞ് അങ്ങനെ ഒരു നെഗറ്റീവ്സ് ഒന്നും തന്നില്ല, സപ്പോർട്ട് ചെയ്തു. ബട്ട് ഇറ്റ് ഈസ് യുവർ റെസ്പോൺസിബിലിറ്റി, അതെല്ലാവരും പറഞ്ഞു. ഐ ആക്സെപ്റ്റഡ് ദാറ്റ് റെസ്പോൺസിബിലിറ്റി. ഇപ്പോഴും ഞാൻ ആരെയും ബ്ലെയിം ചെയ്യാറില്ല അങ്ങനെ റെസ്പോൺസിബിലിറ്റി എടുത്തതിന്. അപ്പോൾ ഫാമിലിയായി ആ സമയത്ത് പ്രിയോറിറ്റീസ് വേറെയായിരുന്നു, അതിന് ഇമ്പോർട്ടൻസ് കൊടുത്തു. തിരിച്ച് നാട്ടിൽ വന്നു. അപ്പോഴായിരുന്നു ആ ഒരു ലോങ്ങിങ്നെസ്, ഒന്നും ചെയ്യുന്നില്ല, നമുക്കറിയാം നമുക്ക് ഒരുപാട് കഴിവുണ്ട്, നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഫീലിംഗ് വരുമ്പോൾ നമുക്ക് ഭയങ്കര ഫ്രസ്ട്രേഷൻ വരും. അത് വരുമ്പോൾ അത് ഭയങ്കരമായിട്ട് ഫാമിലീനെയൊക്കെ എഫക്റ്റ് ചെയ്യും, അങ്ങനെയൊക്കെയുള്ളൊരു വരുമ്പോൾ. അപ്പോൾ നമ്മൾ റിവ്യൂ ചെയ്തു. അപ്പോൾ സ്വയം ഉള്ളിലേക്ക് നോക്കും, ഇങ്ങനെ പ്രോബ്ലം വരുമ്പോൾ എവിടെ നിന്നാണ് ഇതിൻ്റെ റൂട്ട് കോസ് എന്താണെന്ന് നമ്മൾ അറിയണം. അല്ലാതെ ചുമ്മാ എപ്പോഴും പ്രശ്നം ഉണ്ടാക്കി മറ്റുള്ളവരെയും ബുദ്ധിമുട്ടിലാക്കി അങ്ങനെ ഒരു ലൈഫ് വന്നാൽ അവർ ലൈഫിൽ, ഞാൻ അപ്പോഴേ പറഞ്ഞ പോലെ, നമ്മുടെ ലൈഫിൽ നമ്മൾ സ്പോയിൽ ചെയ്യും, മറ്റുള്ളവരുടെ നമ്മുടെ കൂടെയുള്ള നമ്മുടെ കമ്പാനിയൻ്റെ ലൈഫും സ്പോയിൽ ചെയ്യും. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ തിരിച്ച് നമ്മൾ സ്വയം ഉള്ളിലേക്ക് നോക്കിയപ്പോഴാണ്, എൻ്റെ സ്വയം നമ്മൾ റിവ്യൂ ചെയ്തപ്പോഴാണ് മനസ്സിലായ ദീസ് ഫ്രസ്ട്രേഷൻസ് ആർ കോസിങ് എ ലോട്ട് ഓഫ് പ്രോബ്ലം. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ വാട്ട് തിങ് എന്ത് എനിക്ക് ചെയ്യാൻ പറ്റും കുറച്ചും കൂടി വ്യത്യാസമായിട്ട്. ഐ ഓൾവേസ് ഡു, അല്ലെങ്കിൽ ഞാൻ എപ്പോഴും നോക്കിയിരിക്കുന്നത് സംതിങ് വി ഹാവ് ടു ഡു സംതിങ് യൂണീക്ക് അല്ലേ. മുൻപേ ഗമിക്കുന്ന ഗോവുതൻ്റെ എന്ന് പറഞ്ഞിട്ടുള്ള അത് ബാക്കിയെല്ലാവരും പിൻപേ ഗമിക്കും കിടാങ്ങളെല്ലാം എന്നുള്ളൊരു പറഞ്ഞൊരിതുണ്ടല്ലോ. ഒരാൾ എന്ത് ചെയ്തു ബാക്കി എല്ലാവരും അത് ഫോളോ ചെയ്യും. വെദർ ഇറ്റ് ഇസ് ഗുഡ് ഫോർ ദം, വെദർ ഇറ്റ് ഇസ് സ്യൂട്ടബിൾ ഫോർ ദം, അതൊന്നും നോക്കില്ല. ആരെങ്കിലും ഒരാൾ ചെയ്തു എല്ലാവരും ആ വഴിക്ക് പോകും. പക്ഷേ എനിക്ക് എപ്പോഴുള്ള അപ്രോച്ച് ഞാൻ ഐ ഓൾവേസ് ഡു സംതിങ് യൂണീക്ക്. നമ്മളെപ്പോഴും അതിന് വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആദ്യമായിട്ട് വേറൊരു ടെക്നിക്കാണ്. കാരണം നമ്മളിപ്പോൾ ആദ്യമായിട്ടൊരു കാര്യം ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മുമ്പിൽ ആരും ഉണ്ടാവില്ല, നമ്മൾ കമൻറ്റ് ചെയ്യാൻ ആരും ഉണ്ടാവില്ല, നമുക്ക് ആരെയും ഫോളോ ചെയ്യേണ്ട, നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യണം. നെക്സ്റ്റ് വരുന്ന ആൾക്ക് എന്ത് ചെയ്യണം, അവരുടെ മുമ്പിൽ നമ്മളുണ്ട്, അവർ കമ്പയർ ചെയ്യപ്പെടുന്നത് നമ്മൾ എന്തൊക്കെ ചെയ്തു, അവർക്ക് നമ്മളാണ് അതിൻ്റെ മുമ്പിൽ ഒരു എന്താ പറയുക മോഡലായിട്ടോ അല്ലെങ്കിൽ ഒരു മൗണ്ടനായിട്ടോ ഒക്കെ നമ്മളാണ് നിൽക്കുന്നത്. അപ്പോൾ പക്ഷെ നമ്മൾ എന്ത് കാര്യം ആദ്യം ചെയ്ത് കഴിഞ്ഞാൽ എന്തായി, നമുക്ക് നമ്മുടെ ഇഷ്ടം പോലെ ഫ്രീ ആയിട്ട് നമുക്ക് ക്രിയേറ്റിവിറ്റി ഉപയോഗിക്കാം, നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും ഞാൻ ഇപ്പോഴും ചെയ്യാറുള്ളത് വ്യത്യാസമായിട്ട് കാര്യങ്ങൾ ചെയ്യാം, സംതിങ് യുണീക്ക്. അപ്പോൾ അതിനൊരു ബ്യൂട്ടി ഉണ്ടാവും. ഫസ്റ്റ് ടൈം കാണുമ്പോൾ അതിനൊരു ബ്യൂട്ടി ഉണ്ടാവും, എല്ലാവരും ശ്രദ്ധിക്കും. അല്ല എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് ആഡ് ഓൺ ചെയ്യാം. അപ്പോൾ എപ്പോഴും നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും ഒരു വ്യത്യാസമായിട്ടൊരു യുണീക്കായിട്ട് ചെയ്യാൻ നോക്കുക. എപ്പോഴും പറ്റിക്കൊള്ളണമെന്നൊന്നുമില്ല, അത് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഒരിക്കലും പറ്റാത്ത കാര്യങ്ങൾ യുണീക്കായി ചെയ്യണം അങ്ങനെയല്ല. പ്രാക്ടിക്കലായിട്ട് പറ്റുന്ന നമ്മുടെ ഒരു സിറ്റുവേഷൻസിൽ നമുക്ക് യുണീക്കായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുക. എന്ത് ഓർഡിനറി കാര്യങ്ങളും ഒരു ലിറ്റിൽ എക്സ്ട്രാ ഇട്ടിട്ട് ഒരു എക്സ്ട്രാ ഓർഡിനറി ആക്കുക അല്ലേ. സാധാരണ കാര്യങ്ങൾ ചെയ്യുമ്പോൾ കുറച്ച് ക്രിയേറ്റിവിറ്റി ഒക്കെ ആയിട്ട് ഇതിൽ എക്സ്ട്രാ ഒരു എഫേർട്ട് എടുക്കുക. നമ്മൾ എല്ലാത്തിനും ഒരു സ്റ്റാൻഡ് ഔട്ടായിട്ട് നമ്മുടെ ആയിട്ട് ഒരു കാര്യങ്ങൾ ചെയ്യുക. അല്ല എല്ലാവരും ഷോ ഓഫ് ചെയ്യാനോ അല്ലെങ്കിൽ അട്രാക്ഷൻ ഗെയിൻ ചെയ്യാനല്ല, നമ്മുടെ തന്നെ ഒരു സാറ്റിസ്ഫാക്ഷൻ. നമ്മളൊരു വ്യത്യാസമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, നമ്മളൊരു മാറി ചിന്തിക്കുന്നുണ്ട്. ബട്ട് ഇറ്റ് ഷുഡ് ബി എന്താ പറയുക, ലൈഫിൽ ഒരു പോസിറ്റീവായിട്ട് ഒരു കാര്യത്തിന് വേണ്ടിയിട്ടായിരിക്കണം, അല്ലാതെ നെഗറ്റീവ് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ല കാര്യങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ എപ്പോഴും പറഞ്ഞു വന്ന് നമ്മളെപ്പോഴും നമ്മുടെ റെസ്പോൺസിബിലിറ്റീസിൻ്റെ നമ്മുടെ എന്ത് തീരുമാനത്തിൻ്റെയും റെസ്പോൺസിബിലിറ്റി നമുക്ക് തന്നെ ആയിരിക്കണം. ലൈഫിൽ ഒരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചില സമയത്ത് നമ്മൾ വിചാരിച്ച അവിടേക്ക് എത്താൻ പറ്റില്ല. പക്ഷെ അങ്ങനെ എത്തുമ്പോൾ നമ്മൾ വിചാരിക്കും എല്ലാം കഴിഞ്ഞു, നമ്മൾ വിചാരിച്ചത് എത്തിയില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ലൈഫിൽ സ്റ്റോപ്പായി. അങ്ങനെ നമ്മൾ ഒരിക്കലും ചിന്തിക്കാൻ പാടില്ല. ബിക്കോസ് നമ്മൾ ചിന്തിക്കേണ്ടത് ഗോഡ് ഹാസ് സംതിങ് മോർ പ്രഷ്യസ് ദാൻ ദിസ്. നമുക്ക് ഇതല്ല, നമുക്ക് ഇതിനിടയ്ക്ക് കുറച്ച് അവർക്കൊന്ന് ഇന്ററാക്ട് ചെയ്യാൻ ഒരു അവസരം കൊടുക്കുമല്ലോ അല്ലേ. ഇപ്പഴാന്ന് പറഞ്ഞ എങ്ങനെ ലാസ്റ്റ് ആണോ വേണ്ടത്? ഞാൻ വെച്ചാലേ ലോങ് ടോക്ക്, അറ്റ് സ്ട്രെച്ച് ഇങ്ങനെ ലിസണിങ് കപ്പാസിറ്റി കുറവാണ്. അത് ഇടയ്ക്കൊന്ന് അവരെ ഒന്ന് ഉണർത്തിയാൽ മതി. എല്ലാരും ഇങ്ങനെ മ്യൂട്ട് ചെയ്ത് ഇരിക്കുന്ന കണ്ടിട്ടേ I have a doubt whether they are listening എന്നുള്ളതല്ല, because they listen.
കുറച്ച് ഒരു ലോങ് സ്ട്രെച്ച് ആകുമ്പോഴേ അപ്പൊ ഇൻ ബിറ്റ്വീൻ മാം അവരെ കൂടെ ഒന്ന് ഓക്കെ അവരോട് എന്തെങ്കിലും യു ജസ്റ്റ് ആസ്ക് ക്വസ്റ്റ്യൻ ദെൽ ബി ഓൾ റൈറ്റ്. ഓക്കെ ഓക്കെ ഫൈൻ. ഓക്കെ ഓക്കെ അപ്പോൾ ഇപ്പം ഞാൻ ഇതൊന്ന് ഫിനിഷ് ചെയ്തോട്ടെ. അപ്പോൾ നമ്മൾ ലൈഫിൽ എല്ലാം എന്ത് വരുമ്പോഴും നമ്മൾ പെട്ടെന്ന് സ്റ്റോപ്പ് ആവാൻ പാടില്ല. അപ്പോൾ അതിന് ഫ്ലെക്സിബിലിറ്റി കൊടുക്കണം, ഒരു മാർജിൻ കൊടുക്കണം. എന്ത് ഡിസിഷനും ചിലപ്പോൾ ശരിയാവണമെന്നില്ല. അപ്പോൾ നമ്മൾ അതിന് വേറെ വഴിക്ക് തിരിച്ച് അഡാപ്റ്റ് ചെയ്തോളണം. നമ്മുടെ ലൈഫിൽ പെട്ടെന്ന് സ്റ്റോപ്പായി ഒരു റിജിഡായിട്ട് ബ്രേക്ക് ആവാൻ പാടില്ല. ഓൾവേസ് ഫ്ലെക്സിബിൾ ബി എന്താ പറയുക, പോസിറ്റീവ് സൈഡിൽ നമ്മൾ ലൈഫിൽ ഓരോന്നും അഡാപ്റ്റ് ചെയ്ത് പ്ലസ് പോസിറ്റീവായ കാര്യങ്ങൾ അഡാപ്റ്റ് ചെയ്തിട്ട് ലൈഫിൽ മുന്നോട്ട് പോകണം. ഒരിക്കലും ഒരു ഡിപ്രസ്ഡ് സ്റ്റേറ്റിലോ ഡിസിഷൻ തെറ്റായി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു മൈൻഡ് സെറ്റിലേക്ക് നമ്മൾ പോകാൻ പാടില്ല. അപ്പോൾ ഇപ്പം ഞാൻ ഇങ്ങനെ സംസാരിക്കുമ്പോൾ അതൊരു ലൈനിൽ അങ്ങനെ ഒരു കണക്റ്റായിട്ട് പോയതാണ്. ഇപ്പോൾ ആർക്കെങ്കിലും ഇത് റിലേറ്റഡ് ആയിട്ട് ഇപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു സിറ്റുവേഷനിൽ ഇങ്ങനെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ യു ക്യാൻ അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിച്ചോളൂ. നോ ഇഷ്യൂസ്. ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? ഇപ്പോൾ പറഞ്ഞതിൽ ശ്രദ്ധിച്ചോ അല്ല മനസ്സിലായോ? എന്തെങ്കിലും പറയാനുണ്ടോ ആർക്കെങ്കിലും? എന്തെങ്കിലും ക്വറീസ് ഉണ്ടോ? Are you listening or യെസ്? എന്തെങ്കിലും പറയാനുണ്ടോ? എന്തെങ്കിലും നിങ്ങളുടെ ഒരു ഇതുമായിട്ട് കണക്റ്റായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? എനി ഇഷ്യൂസ് ഓർ എനി ചാലഞ്ചസ് യു ഫേസ്ഡ്? എങ്ങനെ ഇതുപോലെ സിമിലർ അല്ലാത്ത ഇപ്പോൾ ഞാൻ എൻ്റെ ലൈഫിൽ സിമിലർ ആയിട്ടുള്ള ചലഞ്ചസാണ് പറഞ്ഞത്. ഈ പുതിയ ജനറേഷൻ്റെ ചലഞ്ചസ് മുഴുവനൊന്നും എനിക്കറിയില്ല. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ചലഞ്ചസ് ഫേസ് ചെയ്തിട്ടുണ്ടോ? ഇപ്പോൾ നിങ്ങൾക്കത് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്ന് അറിയാത്ത സിറ്റുവേഷൻസ് വന്നിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാം. എനിത്തിങ്. അങ്ങനെ ഇഷ്യൂസ് ഒന്നും ഇല്ല. എല്ലാവരും ഭയങ്കര എന്താ പറയുക, ലൈഫിൽ എല്ലാം ഈസി ആയിട്ട് ഇതൊരു കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ ഫ്രീ ആയിട്ട് അങ്ങനെ പോകുന്ന ആൾക്കാരാണ്. ഒരു ചലഞ്ചിങ് ആയിട്ട് തോന്നിയത് കരിയർ പ്ലാനിങ് തന്നെയാണ്. ഒരു ചലഞ്ചിങ് ആയിട്ട് തോന്നിയത്. നമ്മൾ കുറെ അവയർനെസ് എന്ന് പറഞ്ഞ് കുറെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ടെങ്കിലും ചിലവർക്ക് അവര് ഇൻബോൺ ആയിട്ട് തന്നെ അവർക്ക് നേരത്തെ ഒരു കരിയർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ചിലവർക്ക് കുറച്ച് നാളുകൾക്ക് ശേഷം ഒരു കരിയർ പ്ലാൻ സെറ്റ് ആയിട്ടുണ്ടാവും. കുറെ പേർക്ക് ഒന്നും ആവാത്തൊരവസ്ഥയാണ് ഇപ്പൊ കൂടുതലും. അതിപ്പോ ഞങ്ങളുടെ ഒരു ഇപ്പൊ +1 +2 എടുത്ത് +1 വരെ ഓക്കെ, നല്ല മാർക്കുള്ള ചിലവർ സയൻസ് എടുക്കുമ്പോൾ അങ്ങനെ അവർക്ക് ഇഷ്ടമുള്ള സബ്ജക്ട്സ് അങ്ങനെയൊക്കെ എടുക്കും. അത് കഴിഞ്ഞിട്ട് അങ്ങനെ എടുത്തു കഴിഞ്ഞിട്ട് പിന്നെയാണ് കരിയറിനെ കുറിച്ച് ഇങ്ങനെ ആലോചിക്കുമ്പോഴാണ് എല്ലാവർക്കും ഒരു മേ ബി കൂടുതൽ പേർക്കും ഒരു പ്രശ്നം കരിയർ ഡെവലപ്മെന്റിനെ കുറിച്ചിട്ടാണ്. അതാണ് ഇപ്പൊ ഒരു മെയിൻ പ്രശ്നം. ചലഞ്ചിങ് ഒക്കെ ആയിട്ട് നിൽക്കുന്ന ഒരു സംഭവം അതാണ് കരിയർ പ്ലാനിങ്. ഇപ്പോൾ കരിയർ പ്ലാനിങ് എന്ന് പറയുമ്പോൾ ഒരുപാട് പ്ലാൻ ചെയ്യേണ്ട സ്റ്റേറ്റിലല്ല, ബട്ട് ദ ബേസ് അല്ലേ, ആ ഒരു ബേസ് ഇടുന്ന ഒരു സമയമാണ്. അപ്പോൾ നമുക്ക് ഭയങ്കര സ്പെസിഫിക് ആയിട്ട് ഒരു അതാ ഞാൻ കുറച്ച് മുമ്പേ പറഞ്ഞു, നമ്മളങ്ങനെ ഭയങ്കര സ്പെസിഫിക് ആയിട്ടോ അല്ലെങ്കിൽ അതിലേക്ക് നമ്മൾ മാത്രമായിട്ട് പോകണം. അങ്ങനെ ഇപ്പോൾ ഞാൻ കരിയർ ഒക്കെ പ്ലാൻ ചെയ്ത് ഞാൻ വന്നതും ഞാൻ ട്രാവൽ ചെയ്തതും എത്തിയതൊക്കെ വേറെ ഡിഫറെൻറ്റാണ്. അപ്പോൾ നമ്മൾ അതിനൊക്കെ ഒരു മാർജിൻ കൊടുക്കണം, കുറച്ച് ഫ്ലെക്സിബിൾ ആയിരിക്കണം. ഇപ്പോൾ +2 കഴിഞ്ഞിട്ട് നമുക്കൊരു ജനറലി ഒരു ഐഡിയ ഉണ്ടാവുമല്ലോ. നമ്മൾ സയൻസ് എടുത്താൽ നമുക്ക് ഇഷ്ടംമാതിരി ഓപ്ഷൻസ് ആണ് ഇപ്പോൾ അല്ലേ. ഞങ്ങളൊക്കെ പഠിക്കുമ്പോൾ അങ്ങനെയൊന്നും ആയില്ല. ഒരു ഡിഗ്രി എടുക്കുക, BEd MSc അങ്ങനെയൊക്കെയുള്ള, പിന്നെ എഞ്ചിനീയറിങ്, ഡോക്ടർ, അതിനപ്പുറത്ത് വലിയ സ്കോപ്പൊന്നും ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെയൊക്കെയാണ് MBA ഒക്കെ അപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉണ്ടായിരുന്നു, MCA ഒക്കെ. അപ്പോൾ വളരെ ലിമിറ്റഡ് ആയിരുന്നു അന്നത്തെ കാര്യങ്ങൾ. പക്ഷെ ഇപ്പോൾ ഒരുപാട് നാനോ വ്യൂസിലാണ്, ചെറിയ ചെറിയ കാര്യങ്ങളിലാണ് കൂടുതൽ കോഴ്സസ് ഉണ്ട്. മൈന്യൂട്ടായിട്ട് ഒബ്സർവ് ചെയ്യുന്ന കോഴ്സസ് ഉണ്ട്. അങ്ങനെ ഇഷ്ടംമാതിരി കോഴ്സസ് ഉണ്ട്. അപ്പോൾ ജനറലായിട്ട് നിങ്ങളുടെ ഐഡിയാസ് എന്താണ്, നിങ്ങൾക്ക് എന്താണ് ഇഷ്ടം, നിങ്ങളുടെ ആഗ്രഹം എന്താണ്, അത് അവിടേക്ക് എത്താൻ നിങ്ങൾക്ക് എന്താണ്, ഏത് എഡ്യൂക്കേഷനാണ് വേണ്ടത്, അങ്ങനെ പ്ലാൻ ചെയ്തിട്ട് വേണം നിങ്ങൾക്ക് പോകാൻ. ഇപ്പോൾ നിങ്ങളൊരു കോഴ്സ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ എന്തിലൊക്കെ പോസിബിലിറ്റീസ് ഉണ്ട്, അത് ഏതൊക്കെ വഴിയിലേക്ക് നിങ്ങൾക്ക് എത്തിക്കും, നിങ്ങളുടെ ഇഷ്ടങ്ങളുമായിട്ട് ഇത് മാച്ച് ആവുന്നുണ്ടോ, അങ്ങനെയൊക്കെയാണ് നോക്കണം. അല്ല സ്പെസിഫിക് ആയിട്ട് നിങ്ങൾ എനിക്ക് അവിടെ എത്താൻ ഇതന്നെ വേണം, അങ്ങനെ നമ്മൾ ഭയങ്കരമായിട്ട് ഒരുപാട് ഫോക്കസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് കേട്ടോ. ചിലവർക്ക് ഉണ്ടാവുമായിരിക്കും അവർക്ക് ഡോക്ടർ ആവണം അല്ലെങ്കിൽ അങ്ങനെ ഒരു, അത് വളരെ റെയർ അല്ലേ അങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ. ഇപ്പോഴത്തേക്ക് കുട്ടികൾ കുറച്ചും കൂടി പുതിയ പുതിയ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുട്ടികളാണ്. അപ്പോൾ സയൻസോ ഏത് കാറ്റഗറി എടുത്താലും ഏത് എന്താ പറയുക സ്ട്രീം എടുത്താലും നിങ്ങൾക്ക് എത്താൻ, നിങ്ങൾ ആഗ്രഹിക്കുന്ന അവിടേക്ക് എത്താൻ ഒരു തടസ്സമില്ല എന്നാണ്
ഞാൻ കാണുന്നത് കേട്ടോ. ഇപ്പോൾ ഒരു MBA അല്ലെങ്കിൽ ഒരു ആർക്കിടെക്ചർ ഫീൽഡ് അല്ലെങ്കിൽ അങ്ങനെ പ്രൊഫഷണലായിട്ടുള്ള ഇതിൽ വരുമ്പോൾ നിങ്ങൾ ആ ഒരു +2 കഴിയുമ്പോൾ ആ ഫീൽഡിലേക്ക് പോവുക. അല്ല ജനറലായിട്ട് ഇപ്പോൾ എന്താണ് BA അങ്ങനെ ആർട്സ് എടുത്താലും എല്ലാം ഇപ്പോൾ വെറൈറ്റി ആയിട്ട് ഇഷ്ടംമാതിരി ഓപ്ഷൻസ് ഉണ്ട്, കരിയർ ഓപ്ഷൻസ് ഉണ്ട്. അതുകൊണ്ട് അതൊന്നും ഒരു ഭയങ്കര ഒരു വലിയ ഇഷ്യൂ ആയിട്ട് എടുക്കണ്ട. ഇപ്പോൾ ഉള്ളത് നന്നായിട്ട് പഠിച്ച് എപ്പോഴും ആദ്യത്തെ പ്രിയോറിറ്റി നല്ല മാർക്ക് എടുക്കുക. നല്ല മാർക്ക് കിട്ടുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഒരു ഫീൽഡിലേക്ക് നമ്മൾ എത്തും. ചിലപ്പോൾ ലൈഫിൽ അത് ചേഞ്ച് ചെയ്യേണ്ടി വരും. അത് നമ്മൾ വിചാരിച്ച അതേ ട്രാക്കിലേക്കൊന്നും ലൈഫിൽ പോകാനൊന്നും പറ്റില്ല. സിറ്റുവേഷൻസ് ചേഞ്ച് ആവും. അപ്പോൾ ഇപ്പോഴും നമ്മൾ അഡാപ്റ്റബിൾ ആയിരിക്കണം, അഡാപ്റ്റ് ടു ദ സിറ്റുവേഷൻസ്. അപ്പോൾ ഡിസിഷൻസ് ചിലപ്പോൾ ചേഞ്ച് ചെയ്യേണ്ടി വരും. നമ്മൾ ആദ്യം ഇപ്പോൾ +2 ഇപ്പോൾ എഞ്ചിനീയറിംഗ് ഒക്കെ എടുത്തിട്ട് പലരും വേറെ കംപ്ലീറ്റ് ആയിട്ട് ഡിഫറെൻ്റ് ആയിട്ട് ഇപ്പോൾ MCA എടുത്ത എൻ്റെ ഒരു കസിൻ റിലേറ്റീവ് ഒക്കെ പോകുന്ന മോണ്ടിസോറി ട്രെയിനിങ്ങിന് പോയി ഇപ്പോൾ പ്ലേ സ്കൂളിൽ പഠിപ്പിക്കുക. അപ്പോൾ അന്ന് ഭയങ്കര കരിയർ എന്താ പഠിക്കണമെന്നൊക്കെ ഒരു ഭയങ്കര ചൂസൊക്കെ ചെയ്തിട്ട് MCA ഒക്കെ പോയി. ഇപ്പോൾ എന്തായി? അപ്പോൾ നമ്മൾ ഞാൻ നെഗറ്റീവായിട്ടല്ല പറയണത്, നമ്മുടെ ഇഷ്ടമുള്ള ഫീൽഡിലേക്ക് പോകാൻ നമുക്ക് എപ്പോഴും സമയം ഉണ്ടാവും. അതൊരു +2 കഴിഞ്ഞ ഉടനെ തന്നെ ഇപ്പം തന്നെ ഡിസൈഡ് ചെയ്ത് ലൈഫിലെ ഏറ്റവും വലിയ ഡിസിഷൻ അതാണ് നമ്മുടെ ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അല്ലെങ്കിൽ അത് തെറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് പോയി അങ്ങനെയൊന്നും വിചാരിക്കേണ്ട. നിങ്ങൾ ആഗ്രഹിക്കണത് എന്താണ്, നിങ്ങൾക്ക് അറിയണം നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, നിങ്ങൾക്ക് ഏത് ഫീൽഡാണ് ഇഷ്ടം എന്നുള്ളത് നിങ്ങൾക്കൊരു ഐഡിയ വേണം. അതിനാണ് ഞാൻ പറയുന്നത് പല കാര്യങ്ങളും വായിച്ച് മനസ്സിലാക്കുക. ഈ ബുക്കിഷ് നോളജസ് മാത്രമല്ല, കുറച്ച് പുറത്തുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക, കുറച്ച് വായിക്കുക, കുറച്ച് ജനറലായിട്ടുള്ള കാര്യങ്ങൾ അറിയുക. അപ്പോഴേ മാത്രമേ നമുക്ക് നമ്മുടെ ഇൻട്രസ്റ്റ് എന്താണെന്ന് മനസ്സിലാവുള്ളൂ, അല്ലേ? ഇപ്പോൾ കരിയർ വൈസ് നോക്കുകയാണെങ്കിൽ പലരും ഇപ്പോൾ ഈ +2 എടുത്ത കരിയർ തന്നെയാണോ ഫോളോ ചെയ്യണം? അല്ല, വേണം, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കണം. പാരൻസുമായിട്ട് നോക്കിയിട്ട് നിങ്ങളുടെ ഇഷ്ടങ്ങൾ നോക്കിയിട്ട് നിങ്ങളൊരു ലൈനിലേക്ക് പോവുക. അത് മാത്രമായിട്ട് ആവില്ല. നമ്മൾ പിന്നെ ലൈഫിൽ ഓരോ എക്സ്പോഷേഴ്സ് വരുമ്പോൾ അതിന് ആഡ് ഓൺ ചെയ്തിട്ട് വരും. മേ ബി ചിലപ്പോൾ ഡയറക്ഷൻ മാറും. ബട്ട് എപ്പോഴും പറഞ്ഞ പോലെ എപ്പോഴും എഡ്യൂക്കേഷന് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഇത് കഴിഞ്ഞാൽ പഠിത്തം കഴിഞ്ഞു അല്ലെങ്കിൽ എനിക്കിനി ഇല്ല അങ്ങനെ ഒരിക്കലും വിചാരിക്കരുത്. എപ്പോഴും നമ്മുടെ ലൈഫിൽ അക്കാഡമിക്സ് മാത്രമല്ല ബാക്കി എല്ലാ എക്സ്പീരിയൻസസും നമ്മൾ ലൈഫിൽ ആഡ് ഓൺ ചെയ്യണം. ഏത് സിറ്റുവേഷൻ ആണെങ്കിലും നമുക്ക് കുറേ പഠിക്കാനുണ്ടാവും. അപ്പോൾ എപ്പോഴും അലേർട്ടായിരിക്കാം, എപ്പോഴും ഓപ്പൺ ടു ന്യൂ ഐഡിയാസ്. മതിയായി ഞാൻ പഠിക്കില്ല, ചിലർ പറയും ഞാൻ പഠിച്ച് മടുത്തു. അത് മാത്രമല്ല, അക്കാഡമിക്സ് മാത്രമല്ല നമ്മുടെ ലൈഫിൽ ഇപ്പോഴൊക്കെ കൂടുതൽ ലൈഫ് സ്കിൽസ് നമ്മളെങ്ങനെ ലൈഫിൽ ആപ്ലിക്കേഷൻ ലെവലിലാണ് കൂടുതലെല്ലാം യൂസ്ഫുൾ ആയിട്ടുള്ളത്, അല്ലേ? ഡിഗ്രിയുടെ ക്വാളിഫിക്കേഷൻസ് മാത്രമല്ല, നമ്മൾ ലൈഫിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യുന്നു, ലൈഫിൽ ഓരോ ചലഞ്ചസും ഓരോ പ്രോബ്ലംസ് വരുമ്പോൾ നമ്മളെങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു, ജോലിയിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ അതിനെങ്ങനെ ഹാൻഡിൽ ചെയ്തിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നു, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിനൊക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്യുക ഇങ്ങനെയുള്ള പോസിറ്റീവ് തോട്ട്സ്, പോസിറ്റീവ് റീഡിങ്സ്, പോസിറ്റീവ് നല്ല ഫ്രണ്ട് സർക്കിള്, അല്ലെങ്കിൽ നല്ല റീഡിങ്, ജനറൽ നോളജ് എന്ന് പറയുമ്പോൾ ബുക്കിഷ് നോളജ് അല്ല, ജനറലായിട്ട് പുറത്ത് എന്താ നടക്കുന്നത് അങ്ങനത്തെയുള്ള കാര്യങ്ങളിലൊക്കെ അലേർട്ടായിട്ടിരിക്കുക. എന്നും മൈൻഡ് ഓപ്പണായിട്ട് എപ്പോഴും പഠിക്കാനുള്ളൊരു മനസ്സ് എപ്പോഴും റെഡി ആയിട്ടിരിക്കുക, ഏത് ഫീൽഡാണെങ്കിലും, അല്ലേ? പിന്നെയുള്ള പറയാനുള്ളത് പാരൻസിൻ്റെ കാര്യം. അപ്പോൾ ചെറുപ്പത്തിൽ ഈ ഒരു പ്രായം എന്ത് പറയുമ്പോഴും റിബല്യസ് ആറ്റിറ്റ്യൂഡായിരിക്കും. ഞാനും കുറച്ചൊക്കെ അങ്ങനെ റിബല്യസ് ആറ്റിറ്റ്യൂഡൊക്കെ കാണിച്ചിട്ടുണ്ട്. പക്ഷേ അതൊരു ഡിസ്ട്രക്റ്റീവ്, എപ്പോഴും പറയുന്ന പോലെ ഡിസ്ട്രക്റ്റീവ് ലെവലിൽ പോകരുത്. ആരെയും പ്രൂവ് ചെയ്യാനോ അല്ലെങ്കിൽ ആര് പറയണ തെറ്റാണെന്ന് പ്രൂവ് ചെയ്യാനോ നമ്മുടെ ലൈഫ് നമ്മൾ ഉപയോഗിക്കരുത്. പാരൻസ് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് കുട്ടികളുടെ ഓരോ ഇഷ്ടങ്ങൾക്കും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, പല സാക്രിഫൈസ്. ഞാനിപ്പോൾ ആസ് എ പാരൻറ്റ് ഞാനും എൻ്റെ കുറേ കാര്യങ്ങൾ മാറ്റി വെച്ചിട്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ട് എൻ്റെ ലൈഫിൻ്റെ റിസൈൻ ചെയ്തൊരു കുറച്ചൊരു കാലം വരെ ഒരു ഫാമിലിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇഷ്ടത്തോടെ ചെയ്തു. അപ്പോൾ അങ്ങനെ ഇഷ്ടത്തോടെ നമ്മൾ ചെയ്യുമ്പോൾ പല കാര്യങ്ങളും നമ്മുടെ ഒരു ലൈഫിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ലെവലിലേക്ക് പോകാതെ അതിന് മുമ്പ് തന്നെ ഒരു ഡൈവേർഷൻ വന്നു. ബട്ട് അത് കുട്ടികൾ മനസ്സിലാക്കണം. ആ ഒരു പാരൻസ് എന്തിനാണ് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇത്രയും സ്ട്രഗിൾ എടുക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ പാരൻസിന് കൂടുതൽ ഹാപ്പി ആവുക വെൻ യു ആർ മോർ ഫോക്കസ്ഡ്. അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുമ്പോൾ പഠിത്തത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അങ്ങനെയൊക്കെയാണ് ഈ പ്രായത്തിൽ നമുക്ക് പാരൻസിന് അവരെ ഹാപ്പി ആക്കാൻ നമുക്ക് തിരിച്ചു ചെയ്യാൻ പറ്റുക. ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്. എപ്പോഴും പഠിച്ച പെട്ടെന്ന് ജോലി വാങ്ങി അമ്മയെ ഹെൽപ്പ് ചെയ്യണം എന്നൊരു ആറ്റിറ്റ്യൂഡായിരുന്നു. എല്ലാവർക്കും അങ്ങനെ ഉണ്ടാവണമെന്നില്ല. പക്ഷേ അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ് നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണം. അവരുടെ എഫേർട്സിനെ, അവരുടെ ഹാർഡ് വർക്കിനെ എല്ലാം നമ്മൾ മനസ്സിലായി അവരുടെ കൂടെ നിൽക്കണം. അതെപ്പോഴും എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. പിന്നെയുള്ള ഒരു കാര്യം, പിന്നെന്തെങ്കിലും ആർക്കെങ്കിലും പറയാനുണ്ടോ? എന്തെങ്കിലും ഒരു
ഇപ്പോൾ പറഞ്ഞതിൻ്റെ ഇടയിൽ എന്തെങ്കിലും ഒരു കൊറിയോ എന്തെങ്കിലും കാര്യം പറയാനുണ്ടോ? ചോദിച്ചോളൂ. എന്താണ്? ആ ഫ്രണ്ട് ഞങ്ങൾ ഡിഗ്രി വരെ ഒന്നിച്ച് പഠിച്ചു. ആ കുട്ടി MCAക്ക് പോയി. എൻ്റെ ഒരു സിറ്റുവേഷനിൽ MCA എനിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റിയില്ല. സോ ഐ വെൻറ്റ് ഇൻ ടു MSc മാത്സ്. വിപ്രോയിൽ ആ കുട്ടി ഇപ്പോൾ വിപ്രോയിൽ ജോലി ചെയ്യണു. പൂനെയിലാണ്. വെരി ഹാപ്പി. എപ്പോഴും ഭയങ്കര സന്തോഷത്തോടെ ഓർക്കുന്ന ചില ആൾക്കാരിൽ ഒരാളാണ് അല്ലേ. നമ്മുടെ കൂടെ നമ്മുടെ ലൈഫ് തന്നെ ചേഞ്ച് ചെയ്ത ആൾക്കാരെ നമ്മൾ ഇന്ന് ഓർക്കുമ്പോൾ നമുക്കൊരു ഭയങ്കര സന്തോഷമാണ് അല്ലേ. അങ്ങനത്തെ ആൾക്കാരെ കിട്ടുന്നത് നമുക്കൊരു ഭാഗ്യമാണ്. പിന്നെ ഒരു കാര്യം ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറയേണ്ടത് കംഫോർട്ട് സോൺ. ഈ ചലഞ്ചസും കംഫോർട്ട് സോണും ഭയങ്കര റിലേറ്റഡ് ആണ്. നമ്മളെപ്പോഴും കംഫോർട്ട് സോണിൽ ഇരിക്കുമ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് പോകുന്നു, കാര്യങ്ങൾ ചെയ്യുന്നു, തിരിച്ചു വരുന്നു. നമ്മൾക്ക് ഒരു ചലഞ്ചിങ് ആയിട്ട് ഒരു സിറ്റുവേഷൻസും ഇല്ല. അപ്പോൾ ലൈഫിൽ എപ്പോഴും നമ്മുടെ ഒരു കംഫോർട്ട് സോണിൽ നിന്ന് ഒരു സ്റ്റെപ്പ് മാറി ചിന്തിക്കുമ്പോൾ മാത്രമേ നമ്മുടെ കഴിവുകൾ എന്താണെന്നും നമുക്ക് എങ്ങനെ നമുക്ക് ആ ഒരു ലൈഫിൽ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് തന്നെ ഒരു അവയർനെസ്, നമ്മുടെ കഴിവുകളെ പറ്റി അവയർനെസ് വരുന്നത് നമ്മൾ ഈ കംഫോർട്ട് സോണിൽ നിന്ന് മാറുമ്പോഴാണ്. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, എപ്പോഴും ഇപ്പോൾ ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ ഒരു കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ഒരു സിറ്റുവേഷൻ വരിക, ഒരു സ്റ്റേജിൽ കയറാനൊരു സിറ്റുവേഷൻ, ഇറ്റ് ഈസ് അൺകംഫോർട്ടബിൾ സോൺ. അപ്പോൾ അതിന്ന് എപ്പോഴും മാറി കംഫോർട്ട് സോണിൽ മാത്രമേ ഇരുന്നിട്ടുള്ളൂ. അതുകൊണ്ട് ഒരിക്കലും ഒരു ചേഞ്ച് വന്നിട്ടേ ഇല്ല. ബട്ട് ഇപ്പോൾ ലൈഫിൽ ഓരോ സിറ്റുവേഷൻ വരുമ്പോൾ ഇപ്പോൾ എപ്പോഴും അൺകംഫോർട്ടബിൾ സോണിലാണ് ഞാനിരിക്കുന്നത് ലൈഫിൽ. ഇതൊന്നും ഇഷ്ടമായിട്ടും അല്ലെങ്കിൽ പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ വരുന്നോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുന്നോ ഒരിക്കലും പണ്ട് പ്രതീക്ഷിച്ചിട്ട് പോലും ഇല്ല. സ്റ്റേജ് ഫിയർ, ഇപ്പോൾ നിങ്ങളോട് സംസാരിക്കുക, ഇതൊന്നും എനിക്ക് പണ്ട് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു കാര്യമാണ്. പക്ഷേ ഡെലിബറേറ്റ് ആയിട്ട് പല കാര്യങ്ങളും ഞാൻ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി അൺകംഫോർട്ടബിൾ സോണിൽ വന്നിട്ട്. ഇപ്പോൾ ഞാൻ ചെസ്സിൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ, ചെസ്സിൽ വരുമ്പോൾ ലേഡീസേ ഇല്ല. അപ്പോൾ ഞാൻ മോളെ ചെസ്സിന് കളിപ്പിക്കാൻ പോകുമ്പോഴാണ് ചെസ്സിൽ ആദ്യമായിട്ട് എന്താണ് ചെസ് എന്നൊക്കെ പറഞ്ഞാൽ, ചെസ്സ് കളിക്കാൻ അറിയുകയാണെങ്കിലും ഈ ഒരു ഫീൽഡിനെ പറ്റി വലിയ അവയർനെസ് ഇല്ല. അപ്പോൾ പോയപ്പോഴാണ് ലേഡീസ് വളരെ കുറവാണ് ചെസ്സിനകത്ത്, കളിക്കാനും വളരെ കുറവാണ്. അപ്പോൾ പോയപ്പോൾ എനിക്ക് എന്തെങ്കിലും ചെയ്യണം, വി കാൺട്ട് വേസ്റ്റ് അവർ ടൈം സിറ്റിംഗ് ഔട്ട്സൈഡ്, ഫുൾ ഡേ നമ്മൾ വേസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോഴാണ് ഈ ആർബിറ്ററായിട്ട് നമുക്ക് മനസ്സിലായിട്ട് അതിൽ പഠിച്ച് അതിൻ്റെ എക്സാമൊക്കെ ക്ലിയർ ചെയ്തിട്ട് അത് എക്സ്പീരിയൻസുമായിട്ട് ഒരു ഫിഡെ ആർബിറ്റർ ആയത്. അപ്പോൾ ഞാൻ പറയണത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെപ്പോഴും നമ്മുടെ കംഫോർട്ട് സോണിൽ നിന്ന് മാറി കുറച്ചൊക്കെ ഒരു വേറിട്ട് ചിന്തിച്ച് കുറച്ച് പെയിൻ എടുത്ത് കുറച്ച് കാര്യങ്ങൾ എക്സ്ട്രാ ചെയ്തിട്ട് നമ്മൾ നമ്മുടെ എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ തന്നെ ഭയങ്കര വ്യത്യാസങ്ങൾ വരും. ഇപ്പോൾ ചെസ്സിനെ പറ്റി പറയുകയാണെങ്കിൽ ലേഡീസ് വളരെ കുറവാണ്, വിമൻ പ്ലേയേഴ്സൊക്കെ വളരെ കുറവാണ്. ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇപ്പോഴും നിങ്ങൾക്കൊന്നും ലേറ്റ് ഒന്നും ആയിട്ടില്ല. ആർക്കെങ്കിലും ചെസ്സൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കളിച്ച് തുടങ്ങുക. ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. കളിച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ ബ്രെയിൻ ഷാർപ്പൻ ചെയ്യും, നല്ലൊരു ബ്രെയിൻ എക്സസൈസാണ്. നിറയെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് മുന്നോട്ട് വരാൻ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെസ്സ് പഠിക്കാനൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങളൊക്കെ ഒരു നിങ്ങളുടെ കംഫോർട്ട് സോണിൽ നിന്ന് മാറിയിട്ട് ഒരു അൺകംഫോർട്ടബിൾ സോണിൽ വന്നിട്ട് ചെസ്സൊക്കെ ഒന്ന് പഠിക്കാൻ നോക്കുക. അതുപോലെ വേദിക് മാത്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അതിനെ പറ്റിയിട്ട് പറയാം. അതിനെപ്പറ്റി ഇപ്പോൾ ജനറലായിട്ട് പറയാൻ എന്നുണ്ടെങ്കിൽ വേദിക് മാത്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മാത്തമാറ്റിക്സ്, നമ്മുടെ കണക്കുകൾ, കാൽക്കുലേഷൻസ് എത്ര ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും ഒരു ലൈനിൽ. ഇപ്പോൾ 2 ഡിജിറ്റ് മൾട്ടിപ്ലിക്കേഷൻ, 3 ഡിജിറ്റ് മൾട്ടിപ്ലിക്കേഷൻ, അല്ലെങ്കിൽ ഡിവിഷൻ, സ്ക്വയേഴ്സ്, പിന്നെന്താണ് പാർഷ്യൽ ഫ്രാക്ഷൻസ്, പൈത്തഗോറസ് തിയറം, ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലേ. ഇതൊക്കെ നമുക്ക് എത്ര വേഗം ഒത്ര ലൈനിൽ, ഈക്വേഷൻ ഓഫ് ലൈൻ, ഗ്രാഫ്, അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ വെൻ യു ഗെറ്റ് 2 points ഹൗ ടു ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ലൈൻ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ ഒറ്റ ലൈനിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇതൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആവുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോമ്പറ്റേറ്റീവ് എക്സാമിനോ ഒളിമ്പ്യാഡ്സിനോ ഇനി ഭാവിയിലുള്ള എല്ലാ ടെസ്റ്റിനും ഒക്കെ നമ്മുടെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിനൊക്കെ നമുക്ക് ഒരുപാട് ഉപയോഗമുള്ളൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ എന്തെങ്കിലും ഒരു ചാൻസൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അതിനെപ്പറ്റിയൊക്കെ കൂടുതൽ അറിയാൻ നോക്കുക. എനിക്കൊരു ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ ഐ ക്യാൻ ത്രോ സം ലൈറ്റ് ഓൺ ഇറ്റ്. അതൊരു ചെറിയൊരു സെഷനിൽ അല്ലെങ്കിൽ പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മനസ്സിലാവില്ല. അപ്പോൾ പക്ഷേ അതൊക്കെ എപ്പോഴും ലൈഫ് ലോങ് ആയിട്ട് ആവശ്യമുള്ളൊരു കാര്യങ്ങളാണ്. അതൊക്കെ അറിഞ്ഞിരിക്കുന്നത് ആവശ്യമുള്ള കാര്യങ്ങളാണ്. പിന്നെ പറയാനുള്ളത്, നമ്മൾ എപ്പോഴും ബോൾഡായിട്ടിരിക്കുക,
പെട്ടെന്ന് എന്തെങ്കിലും കിട്ടുമ്പോൾ അഫക്റ്റ് ആവുക, ഡിപ്രഷൻ ആവുക, മൈൻഡ് ഡൗൺ ആവുക, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ആലോചിക്കാൻ പാടില്ല. നമ്മുടെ അപ്പിയറൻസ് തന്നെ ബോൾഡായിരിക്കണം, ഒപ്റ്റിമിസ്റ്റിക് ആയിരിക്കണം, ഭയങ്കര കോൺഫിഡൻ്റ് ആയിരിക്കണം. അപ്പോൾ തന്നെ നമ്മളോട് സംസാരിക്കുന്ന ആൾക്കും അത് ആ ഒരു കോൺഫിഡൻസും ഇതെല്ലാം നമ്മൾ ഓട്ടോമാറ്റിക്കലി അവർക്കും അത് കൊടുക്കും. നമ്മളെപ്പറ്റി ഉള്ള ഒരു എന്താ പറയുക, റീഡിങ് അല്ലെങ്കിൽ നമുക്ക് തന്നെ നമ്മളെപ്പറ്റി ഉള്ളൊരു കാഴ്ചപ്പാടിന് വ്യത്യാസം വരും. അത് പ്രാക്ടീസ് ചെയ്ത് നമുക്ക് ചെയ്യാം. എന്തും നമ്മൾ 21 days നമ്മൾ പ്രാക്ടീസ് ചെയ്ത് ഇറ്റ് ബിക്കംസ് ഹാബിറ്റ്. അപ്പോൾ നമ്മൾ കണ്ണാടി മുമ്പ് നമ്മുടെ ആ ഒരു മൂവ്സ് അല്ലെങ്കിൽ നമ്മുടെ അപ്പിയറൻസ് ഒക്കെ നമ്മൾ തന്നെ ട്രെയിൻ ചെയ്ത് കുറേയൊക്കെ മാറ്റാൻ നോക്കണം. ഇപ്പോൾ ഒരു സ്പീച്ചിനൊക്കെ പോകുമ്പോൾ പണ്ടൊക്കെ പോകുമ്പോൾ നമ്മൾ കണ്ണാടി മുമ്പ് എല്ലാവരും പറയും അങ്ങനെ ചെയ്താൽ നല്ലതാണ്. അപ്പോൾ ഞാനും പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. അത്ര ബെറ്റർ ആയിട്ടുണ്ട്. ഓരോ മൂവ്സും ഓരോ പ്രാവശ്യം നമ്മൾ ബെറ്ററായിട്ട് കൊണ്ടുവരും. അപ്പോൾ നമ്മൾ ഡെലിബറേറ്റായിട്ട് ഓരോ എഫേർട്സ് എടുക്കണം. എപ്പോഴും നമ്മളെ തള്ളി എല്ലാവരും നമ്മുടെ ഓരോ നല്ല പൊസിഷനിലേക്ക് കൊണ്ടുപോവില്ല. നമുക്ക് ലൈഫിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വരും. നമ്മൾ ഒരിക്കലും അതൊന്നും മിസ് ചെയ്യാൻ പാടില്ല. നിങ്ങൾക്കും ഇപ്പോൾ പല സിറ്റുവേഷൻസൊക്കെ ലൈഫിൽ വന്നപ്പോൾ നിങ്ങളെല്ലാം അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടാവുമോ? നിങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ അറിയാം, നമുക്ക് പല നല്ല നല്ല കാര്യങ്ങൾ, നല്ല നല്ല കോഴ്സസ്, നല്ല സിറ്റുവേഷൻസൊക്കെ ലൈഫിൽ വന്നിട്ടുണ്ടാവും. എല്ലാം ഒന്നും നിങ്ങൾ ചിലപ്പോൾ പലതും വേണ്ട അങ്ങനെ പറഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ടാവും. പക്ഷേ ഞാൻ എപ്പോഴും പറയാം, എന്ത് സിറ്റുവേഷൻസ് വരുമ്പോഴും നമ്മളൊന്ന് ജസ്റ്റ് നോക്കുക. എല്ലാം ഫോളോ ചെയ്യണമെന്നല്ല, പക്ഷേ എന്ത് കാര്യമാണെങ്കിലും നമ്മൾ എന്തെങ്കിലും ഒരു പോയിൻ്റ് ആയാലും നമ്മൾ പഠിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനൊരു മൈൻഡ് ബ്ലോക്കായിട്ട് വെക്കരുത്. ബി ഓപ്പൺ ടു ഓൾ എന്താ പറയുക, എല്ലാ ലേണിങ്ങിനും ഓപ്പണായിട്ട് ഇരിക്കുക. ഇങ്ങനെയുള്ള നല്ല നല്ല കാര്യങ്ങൾ പഠിക്കുക. ബി ബോൾഡ്. എല്ലാം എന്ത് ഓപ്പർച്യൂണിറ്റിയിലും ലൈഫിൽ റെഡി ആയിരിക്കുക. എന്തെങ്കിലുമൊക്കെ മനസ്സിൽ വിഷമം ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യുക. ആർക്കെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ അവരുടെ കാര്യങ്ങൾ കേൾക്കാനുള്ള നല്ലൊരു എന്താ പറയുക, മനസ്സ് അല്ലേ, നല്ലൊരു ലിസണറായിരിക്കണം എന്നാണ് എല്ലാവരും പറയുക. ഒരു നല്ല കൊണ്ടുവരണം നമ്മൾ. അപ്പോൾ ഇനി എന്തെങ്കിലും ആർക്കെങ്കിലും ചോദിക്കാനുണ്ടോ? Okay, then we'll move on to the next. മനസ്സിലാവട്ടെ. ആദ്യം തന്നെ എന്താ പറയാ, ഇത്ര മനോഹരമായ ക്ലാസ് സംഘടിപ്പിച്ച നമ്മുടെ NSS മാം ശോഭ മാമിനെ എൻ്റെ പേരിലും എൻ്റെ NSS വോളണ്ടിയേഴ്സിന്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. കൂടാണ്ട് നമുക്ക് ഇത്ര മനോഹരമായ ചൂസ് ടു ചാലഞ്ച് എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ ഇത്ര മനോഹരമായ ക്ലാസ് എടുത്ത നമ്മുടെ സ്വന്തം ശുഭ രാജേഷ് മാമിനെ എൻ്റെ പേരിലും എൻ്റെ NSS വോളണ്ടിയേഴ്സിന്റെ പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു. മാത്രമല്ല, ഇത് ക്ലാസ്സിന് പുറമെ എനിക്ക് കേട്ടിരിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. പൊതുവെ ക്ലാസ് എന്നൊക്കെ പറയുമ്പോൾ ബോറടിക്കുന്നതൊക്കെ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കേട്ടിരിക്കാൻ പറ്റി. മാത്രമല്ല, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ക്ലാസ്. പിന്നെ എന്താ പറയാ, ഈ പ്രോജക്റ്റിന് പങ്കെടുത്ത എൻ്റെ എല്ലാ NSS വോളണ്ടിയേഴ്സിന് എൻ്റെ പേരിൽ ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ ശോഭാ മാമിനെ പ്രത്യേകിച്ച് എടുത്തെടുത്ത് നന്ദി രേഖപ്പെടുത്തുന്നു. എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ നന്ദി, നമസ്കാരം. അവിടെ പക്ഷെ ഇത്രയും നന്ദി പറഞ്ഞ പോരെന്ന് എനിക്ക് തോന്നുന്നു. ബിക്കോസ് ശുഭ മാം ലാസ്റ്റ് 1 hour that was full of golden words, I must say. അത് നമ്മുടെ കുട്ടികള് തിരിച്ചവർക്കൊന്നും ചോദിക്കാനില്ലാത്ത തരത്തിൽ അത്രയും അധികം ഒരു സംശയത്തിനും ഇടയില്ലാത്ത രീതിയിലായിരുന്നു ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നത്. ഐ തിങ്ക് ദേ ആർ ഫുള്ളി ഇൻ ടു ഇറ്റ്. അതുകൊണ്ടായിരുന്നു സാധാരണ അവരെപ്പോഴും ക്ലാസ്സുകളിൽ ഡൗട്ട്സ് ചോദിക്കുന്ന ആൾക്കാരാണ്. ഇന്നും ഇത്രയും സൈലന്റ് ആകാൻ കാരണം ഇൻസ്പയർഡ് എന്ന് പറയാം. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ. I'm sure they'll be very much inspired by your talk. അതിലെ ഓരോ വേർഡും ഞാൻ ഇൻസ്പയർഡ് ആയി. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്കറിയാം എന്റെ കുട്ടികൾ ഉറപ്പായിട്ടും they might have been very well inspired by your talk. തീർച്ചയായിട്ടും അത് അവർക്ക് ഒരു മുതൽക്കൂട്ട് തന്നെ ആയിരിക്കും. പിന്നെ ഒരു 1 hour pregnant with golden words, I must say. അത്രയ്ക്ക് നല്ലതായിരുന്നു. You can continue in this profession definitely. ധൈര്യമായിട്ട് മുമ്പോട്ട് പോകാം. മാഡം പറഞ്ഞ പോലെ അറിയാതെ വന്ന സിറ്റുവേഷൻസ്, ഓപ്പർച്യൂണിറ്റീസ് വന്നതാ. നമ്മള് പുറകെ പോയെന്നല്ല, അറിയാതെ വരുമ്പോ നമ്മൾ അക്സെപ്റ്റ് ചെയ്യും. അതെ, ഞാൻ പറഞ്ഞത് ധൈര്യമായിട്ട് മുമ്പോട്ട് പോകാം. കാരണം യു ഹാവ് എ ലോട്ട് ടു കൺവേ. സ്വന്തം ലൈഫ് വെച്ചുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ മറ്റുള്ളവർ, എസ്പെഷ്യലി ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഓഫ് ചിൽഡ്രൻ, ഇതുപോലെ ഈ ഒരു ഏജിൽ ടീനേജിലുള്ള ഗേൾസിനെ ഇൻസ്പയർ ചെയ്യാൻ മതിയായ ഒരുപാട് കാരണങ്ങളുണ്ട്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഗ്രൂപ്പിനെ, അത് യങ്സ്റ്റേഴ്സിനെ, എസ്പെഷ്യലി അബ്ദുൽ കലാമിനെ ഒക്കെ പോലെ എപ്പോഴും യങ്സ്റ്റേഴ്സിനെ മീറ്റ് ചെയ്യാൻ കിട്ടുന്ന എല്ലാ അവസരങ്ങളും യൂട്ടിലൈസ് ചെയ്യാം.
ഓൾ ബെസ്റ്റ് വിഷസ് ഫ്രം മൈ. Thank ഞാൻ ബെസ്റ്റ് വിഷസ് പറയാൻ ആളല്ലെങ്കിലും എനിക്ക് തോന്നുന്നു ഈ ഒരു ഫീൽഡിലും കൂടി ഷൈൻ ചെയ്യാൻ പറ്റും. കാരണം ലൈക്ക് അതായത് നേരത്തെ ഉള്ള ഫീൽഡ് കൂടാതെ ചെസ് ആർബിറ്റർ എന്നുള്ള അതും പിന്നെ വേദിക് മാത്സിന്റെയും ഒരു ദിവസം യു ക്യാൻ കം ടു അവർ സ്കൂൾ. നമ്മുടെ റെഗുലർ ക്ലാസ് ഒക്കെ തുടങ്ങുമ്പോൾ വന്നിട്ട് സമയം ഉണ്ടാവുമെങ്കിൽ ഒരു വേദിക് മാത്സിന്റെ ഒരു സെഷൻ ഒന്ന് ഹാൻഡിൽ ചെയ്യാനായിട്ട് ഞാൻ അവിടുത്തെ മാത്സ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് ലെറ്റ് യു നോ പ്ലീസ്. Always ready. Just tell the time. I will be available. That's all. Okay. Thank you so much. I know you will have a busy schedule. അതിനിടയ്ക്കും ഇത്രയും സമയം എന്റെ കുട്ടികൾക്ക് വേണ്ടി മാറ്റിവെക്കാൻ കാണിച്ച ഒരു മനസ്സിന് അവരുടെ പേരിൽ ഞാൻ നന്ദി പറയുന്നു. Thank you so much. Thank you all. Okay, good night. Bye.